ഒരുമിച്ചെടുത്ത് വരുവാൻ, പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനേകർ കർത്താവെ ലോകത്തിൽ നിന്ന് പ്രത്യാശയില്ലാതെ മാറിപ്പോയപ്പോൾ ഞങ്ങളെ കർത്താവ് ഒരു ദിവസം കൂടെ ജീവനുള്ളവരുടെ ദേശത്തിൽ വെച്ച് കർത്താവെ സ്വർഗീയ പിതാവിനെ, നിത്യജീവനാകുന്ന കർത്താവിന്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽ നേരം അപ്പാങ്ങളുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തണമേ. അപ്പോൾ അപ്പാങ്ങളുടെ മാറ്റമില്ലാത്ത വചനം, ജീവന്റെ വചനം ഞങ്ങളുടെ നടുവിൽ അപ്പാങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ആത്മീക ജീവിതത്തിൽ ഇനി അധികമായി വർദ്ധിച്ചു വരുവാനും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനും പരിശുദ്ധ പിതാവേ അപ്പാങ്ങ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും കർത്താവെ നിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളെ കരുതുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദുർഘടമായ പല വഴികളിലൂടെ നടന്നപ്പോഴും വിശ്വസ്തനായ ദൈവം ഞങ്ങളോടുകൂടെ കർത്താവെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പതറിപ്പോകാതെ ഇടറിപ്പോകാതെ വിശ്വസ്തതയും ഞങ്ങളുടെ വലം കൈ പിടിച്ച് നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധ പിതാവെ. കർത്തന്റെ സ്ഥലത്ത് താഴ്ച സമർപ്പിക്കുന്നു. മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് നൽകണമേ. കൃപ ചെയ്യണം. ബലപ്പെടുത്തണം. പരിപാടികൾക്ക് ആവശ്യം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ കർത്താവ് ഇന്ന് പകൽ നേരം നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മളെ ബലപ്പെടുത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ പല പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ അതിലൊന്നും പതറേണ്ട കാര്യമില്ല. ഇതിന്റെ എല്ലാം നടുവിൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്, വലിയൊരു ദൈവപ്രവൃത്തി അതിന്റെ നടുവിലുണ്ടെന്ന് നമ്മൾ ഗ്രഹിക്കണം, നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. വെള്ളിയാഴ്ച നമ്മൾ സ്തോത്രം ദൈവത്തിന്റെ ന്യായവിധിക്ക് ദൈവകോപത്തിന് ഇടം വരുത്തുന്ന ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയരുത് എന്ന വിഷയമായിരുന്നു വെള്ളിയാഴ്ച നമ്മൾ ചിന്തിക്കാൻ ഇടയായി തീർന്നത്. ദൈവകോപത്തിന് ഇടം കൊടുക്കരുത്. നമ്മളുടെ ചില പ്രവൃത്തികളും ചില കാര്യങ്ങളെല്ലാം സ്തോത്രം ദൈവകോപത്തിന് ഇടം കൊടുക്കുന്നു. കർത്താവ് പ്രതികാരം ചെയ്യുന്നവൻ തന്നെയാണ്. അങ്ങനെ തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നത്. അനുസരിക്കുന്നവർക്ക് ദൈവ കൃപ കൊടുക്കുന്നു, എന്നാൽ അനുസരണക്കേടിലേക്ക് പോകുന്നവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരും. ആമേൻ. മറ്റൊരുവരുമല്ല. കർത്താവ് ആരുടെ കയ്യിലും ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. കർത്താവ് തന്നെയായിരിക്കും ശിക്ഷാ നടപടികൾ ചെയ്യുന്നതെന്ന് വ്യക്തമാകുന്ന വചനമാണ്. കർത്താവ് കരുണയുള്ള ദൈവമാണ്, കൃപയുള്ള ദൈവമാണ്, നമ്മളെ സ്നേഹിക്കുന്നവനാണ്, ദയയുള്ള ദൈവമാണ്. ഇതൊക്കെയും എല്ലാ സൽഗുണങ്ങളും കർത്താവിലുണ്ട്. കർത്താവിന്റെ ആ സകല സൽഗുണങ്ങളും കർത്താവിന്റെ കോപത്തിലും ക്രോധത്തിലും എല്ലാം ഉൾപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വന്തം മനസ്സിലാക്കണം, ഒരു കുഞ്ഞ് ഒരു മാതാവിനെയോ പിതാവിനെയോ സ്നേഹിക്കുമ്പോൾ ആ മാതാവും പിതാവും എപ്പോഴും ആ കുഞ്ഞിന്റെ ആശയ്ക്കും ഇച്ഛയ്ക്കും ഒത്തവണ്ണം നിൽക്കുന്നു എന്നുള്ളതല്ല. ആ മാതാപിതാക്കന്മാർക്ക് ആ കുഞ്ഞിനെ കുറിച്ചൊരു തീരുമാനം ഉള്ളതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു തീരുമാനമുണ്ട്, നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നമ്മളെ കുറിച്ചൊരു ആഗ്രഹമുണ്ട്. ആ പദ്ധതിയിലേക്ക് മക്കളെ നടത്തുക എന്നുള്ളതാണ് സ്വർഗത്തിലെ രക്ഷകനാകുന്ന ക്രിസ്തുവിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത്. ആ പദ്ധതിയിലേക്ക് നമ്മളെ നടത്തുമ്പോൾ പലപ്പോഴും നമ്മൾ അതിന് അതിന് തിരിച്ചറിയുകയോ ഗ്രഹിക്കുകയോ ചെയ്യാതെ വരുമ്പോഴാണ് പലപ്പോഴും സ്വർഗീയ പിതാവിന്റെ മുഖം നമുക്ക് പലപ്പോഴും പ്രതികൂലമായിരിക്കുന്നത്. നമ്മളെ കുറിച്ച് സ്വർഗീയ കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഒരു വാക്യമായിരുന്നു, പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ നാം വിശ്വസിക്കുക നിമിത്തം പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ വെളിപ്പെടുന്നു. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുന്നില്ല, കാര്യം പിതാവ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. എപ്പോൾ ചെയ്തു തരും? നാം പുത്രനെ വിശ്വസിക്കുമ്പോൾ. പുത്രനെ എന്താണ് വിശ്വസിക്കേണ്ടത്? പിതാവിൽ നിന്ന് ദൈവപുത്രൻ വന്നു എന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിനാലേ സാധിക്കത്തുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രനാകുന്ന ക്രിസ്തു വന്നു എന്നും നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയെന്നും നാം വിശ്വസിക്കുമ്പോൾ പിതാവായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. തന്റെ പ്രിയപുത്രനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ് പുത്രനെ സ്നേഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ ഏകജാതനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ കൽപ്പനകളെ അനുസരിക്കണം. കൽപ്പനകളെ അനുസരിക്കുമ്പോഴാണ് അവനെ സ്നേഹിക്കുന്നു എന്ന അർത്ഥത്തിന് പൂർണ്ണത വരത്തുള്ളൂ. ആമേൻ. കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും നമുക്ക് ചില വചനങ്ങളെ നമുക്ക് ഇന്ന് പകൽ നേരം നമുക്ക് ചിന്തിക്കാം. തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം, അതിന്റെ 2-ാം അധ്യായം 1 മുതൽ വായിച്ചോട്ടെ. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2 തിമോത്തിയോസ്
2:1 വായിച്ചാൽ. എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. ക്രിസ്തുയേശുവിന്റെ നല്ല പടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഈ പൗലോസ് തിമത്യോസിന് എഴുതുന്ന ലേഖനം എന്ന് പറയുന്നത്. കാര്യം 1ഉം 2ഉം തിമത്യോസും തീത്തോസും എന്ന് പറയുന്ന ഇടയ ലേഖനങ്ങളാണ്, അല്ലെ പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് ആണ് യഥാർത്ഥത്തിൽ ഈ 3 ലേഖനങ്ങളും. അതായത് ഒരു ശുശ്രൂഷകനോട് സ്തോത്രം എന്താണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, എന്താണ് ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ തലങ്ങള് ഏത് വിധത്തിലായിരിക്കണമെന്ന് വ്യക്തമാക്കുന്ന അധ്യായങ്ങളാണ്, വ്യക്തമാക്കുന്ന പുസ്തകങ്ങളാണ് 1ഉം 2ഉം തിമത്യോസ്, തീത്തോസ് എന്ന പുസ്തകങ്ങൾ. അതിന്റെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 2ാമത്തെ പുസ്തകമാകുന്ന തിമത്യോസിന്റെ 2ാം ലേഖനം, അതിന്റെ 2ാമത്തെ നമ്മൾ വായിച്ചു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ മകനെ എന്ന് വിളിക്കുന്നത് നിജപുത്രനായ തിമത്യോസ് അല്ലെ, അവന് പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയിൽ വലങ്കയ്യായി നിന്നുകൊണ്ട് തന്നോടുകൂടെ ശുശ്രൂഷയിൽ സുവിശേഷ വേലയിൽ പോരാടിയ ഒരു സഹവൃത്യനായിരുന്നു. സഹോദരം, നമ്മൾ മനസ്സിലാക്കുമ്പോൾ തിമത്യോസിനെ വളരെയേറെ പൗലോസ് സ്നേഹിച്ചു, വളരെയേറെ അവന്റെ ശുശ്രൂഷയിൽ ബലപ്പെട്ടു വരുവാൻ ആഗ്രഹിച്ചു. തിമത്യോസിനൊരു നല്ല പശ്ചാത്തലം ഉണ്ടായിരുന്നു, നല്ല ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയായിരുന്നു തിമത്യോസ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ മാതൃകയുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു, മാതൃകയുള്ള ഒരു മാതാപിതാക്കന്മാരുണ്ടായിരുന്നു, മാതൃകയുള്ള ഒരു വല്യമ്മയുണ്ടായിരുന്നു, മാതൃകയുള്ള ഒരു കുടുംബത്തിന് വ്യക്തിയായിരുന്നു യഥാർത്ഥത്തിൽ തിമത്യോസ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ തിമത്യോസിന് താൻ ദൈവവേലയിലേക്ക് വരുമ്പോഴും പൗലോസ് ശക്തമായി ലേഖനങ്ങൾ എഴുതുമ്പോൾ പൗലോസ് ഉദ്ദേശിക്കുന്നത് ഈ വ്യക്തി ശക്തിയോടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. കാര്യം ഈ വ്യക്തിയിൽ തെറ്റില്ല, ഇവന് വളർത്തപ്പെട്ട മേഖലകളിൽ തെറ്റില്ലെന്ന് കണ്ടിട്ടാണ് മനസ്സിലാക്കണം. തിമത്യോസിനെ ആ നിലവാരത്തിൽ പൗലോസ് ഉത്സാഹിപ്പിക്കുകയും അളലിയസ് തനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം തിമത്യോസിനെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നത് വളരെ ശക്തമായ ഒരു ഭാഗമാണിത്. ഇന്നത് വളരെ 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 പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ. ഈ തിമത്യോസിന്റെ ലേഖനം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, തിമത്യോസ് മാതൃകയോടെ ദൈവവേല ചെയ്തു. ദൈവവേല ചെയ്യുമ്പോൾ അവൻ മാതൃകയായിട്ട് നിൽക്കുന്നത് അവന്റെ വീടിന്റെ പശ്ചാത്തലം മാതൃകയാണ്. ഒരു ദുർനടപ്പോ അശുദ്ധി ഒന്നും അവന്റെ വീട്ടിൽ നിന്നോ അവനിൽ നിന്നോ കേട്ടിട്ടില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മോറൽ സൈഡ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന് വേണ്ടി പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ കഴിയത്തുള്ളൂ. ശ്രദ്ധിക്കണം, കർത്താവ് എല്ലാരെയും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷയ്ക്കായിട്ട് എല്ലാരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിലും കർത്താവിന്റെ കയ്യിലെ മാനപാത്രങ്ങളായിട്ട് ചില പാത്രങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ. ഹല്ലേലൂയ, ചില പാത്രങ്ങളെ കർത്താവ് ഉപയോഗിക്കുന്നുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലാക്കണം, അതും ഇതിന്റെ അകത്ത് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. പല പാത്രങ്ങൾ ഇതിന്റെ അകത്തുണ്ട് അല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കതിന്റെ 20ാം വാക്യം നമുക്കൊന്ന് വായിച്ചേ. 2:20 നമ്മൾ വായിച്ച തൊട്ടിപ്പുറത്ത് 2:20 വായിച്ചേ. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാനകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, ഒരു വീട്ടിൽ എങ്ങനെയാണ്, ഒരു വീട്ടിൽ, ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടും ഉള്ളവയുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മരവും മണ്ണും കൊണ്ടും ഉള്ളവയുണ്ട്. അടുത്തത് ശ്രദ്ധിക്കണം, എന്താ പൗലോസ് പറയുന്നത്? ചിലത് മാന്യകാര്യത്തിനും, മാനകാര്യത്തില്ല മാന്യകാര്യത്തിനും, ചിലത് ഒന്നുകൂടെ വായിച്ച വാക്യം. ചിലത് മാന്യകാര്യത്തിന്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, മാന്യകാര്യത്തിന്
ദൈവം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വെടിപ്പുള്ളതായിരുന്നാലേ കഴിയത്തുള്ളൂ. മാന്യ കാര്യത്തിന് ദൈവം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കാര്യപരിപാടിപ്പെട്ടതാണ്. അവിടെ തന്നെ പൗലോസ് പറയുന്നു, ചിലത് ഹീന കാര്യത്തിനും അയച്ചേ ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗയോഗ്യമായി നല്ല വേലയ്ക്കും ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ വായിച്ചു തരുമ്പോഴേ വായിക്കുന്ന ആള് സംശയത്തിലാണെ പ്രസംഗിക്കുന്നുള്ള അതിലും സംശയത്തിലാവും. കാര്യം ഇത് തൊണ്ടോ ഈ വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഒരു കൃത്യത കിട്ടാനാ. വായിക്കുന്ന ആള് പ്രസംഗിക്കുന്ന ആൾക്ക് ഒരു ബലം കൊടുക്കണം, അല്ലേ? ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ ആമേൻ പറഞ്ഞാൽ പോലെ ബലം കൊടുക്കണം. എന്നാണ് അവിടെ വായിക്കുന്നത്, എങ്കിലും എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, അവിടെ വായിക്കുന്നത് സ്തോത്രം, മരവും മണ്ണും കൊണ്ടുള്ളവയുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. അടുത്തത്, ഇവയെ വിട്ടകന്ന കണ്ടു. അപ്പോൾ നല്ല വേലയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. മാനപാത്രം. ഒരു വീട്ടിൽ ഒത്തിരി പാത്രങ്ങളുണ്ട്, എന്നാൽ അത് മണ്ണും മരവും കൊണ്ടുള്ളതുണ്ടെങ്കിൽ അവിടെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉള്ളതുണ്ട്. ശ്രദ്ധിക്കണം, നീ വെള്ളിയാണോ സ്വർണമാണോ മരമാണോ മണ്ണാണോ എന്നുള്ളത് നിന്റെ ജീവിതം എങ്ങനെയാന്ന് നോക്കിയാൽ അറിയാം. മനസ്സിലായോ? ഹല്ലേലൂയ. വെറുതെ അല്ല, ജീവിതം നോക്കിയിട്ടാണ് ഇതെന്നാ പാത്രമാണെന്ന് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മൾ ഈ വായിച്ച അധ്യായത്തില്, അതിന്റെ രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു തുടങ്ങിയത്. അവിടെ പൗലോസ് പറയുന്ന കാര്യമാണ്, തിമത്തിയോസേ നീ ഹല്ലേലൂയ ലൗകികമായ ഒരു കാര്യങ്ങളിൽ ലോക വിഷയങ്ങളിൽ നീ ഇടപെടരുത്. ക്രിസ്തുയേശുവിൽ നല്ലപടനായി നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. ഈ കഷ്ടം സഹിക്കുന്നത് എന്തിനാണ്? ഒത്തിരി പേര് പറയുന്ന കാര്യമാണ് സുവിശേഷ വേലയ്ക്ക് കഷ്ടമില്ലെന്ന്. സുവിശേഷ വേലയ്ക്ക് കഷ്ടമുണ്ട്. കഷ്ടമില്ലാതെന്ന് ഒരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ അവൻ സുവിശേഷ വേലയല്ല നടത്തുന്നത്. അവൻ ഒരുപക്ഷെ പറയുന്നത്, അവൻ പ്രസംഗിക്കുന്നതൊക്കെ ഒരുമാതിരി മോട്ടിവേഷണൽ ആയിട്ടായിരിക്കും പോകുന്നത്. മോട്ടിവേഷണൽ സ്പീക്കിംഗ് ആയിട്ടായിരിക്കും അവൻ പോകുന്നത്. മറ്റുള്ളവരെ ഉത്തേജന വാക്കുകൾ, ഉത്തേജനമൊന്നും ദൈവവചനം അനുശാസിക്കുന്നല്ല കേട്ടോ. ദൈവരാജ്യത്തിന് വേണ്ടവരെ ദൈവവചനം കൊണ്ട് ശുദ്ധീകരിക്കുവാൻ ഇരുവായ്ത്തലുള്ള ആളുകൊണ്ടുള്ള ശുദ്ധീകരണമാണ് ദൈവവചനം ഉദ്ദേശിക്കുന്നത്. അവിടെ പാപിയെ അങ്ങ് ഉത്തേജിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. മനസ്സിലാക്കണം. ദുർനടപ്പുകാരനെയും ഭാവിയെയും വ്യഭിചാരിയൊക്കെ കൊള്ളാം മോനെ നീ ഇനിയും ഉത്സാഹിച്ചോ എന്ന് പറഞ്ഞ് പിടിപ്പിക്കാൻ ഒരു വാക്യത്തിന്റെ തുണ കൊണ്ടുവെക്കുന്നു. ഇതൊന്നും ദൈവവേലയല്ല. ദൈവവേലയെന്ന് പറഞ്ഞാൽ ഒരുവനെ പാപാന്തകാരത്തിൽ നിന്ന് വീണ്ടും രക്ഷിക്കപ്പെട്ട് കൃപയിലേക്ക് വന്നു കഴിയുമ്പോൾ അവന്റെ ആത്മാവ് രക്ഷ പ്രാപിച്ചു, പക്ഷെ അവന്റെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. വീണ്ടെടുക്കപ്പെടാത്ത അതേ ശരീരത്തിൽ പാപ സ്വഭാവം നിലനിൽക്കുന്നുണ്ട്. നിന്റെ ദൗത്യം ഈ വചനങ്ങൾ കൊണ്ട് നീ ആ പാപ സ്വഭാവത്തെ ജയിച്ച് ആത്മാവിനനുസരിച്ച് ജീവിക്കണം, പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കണം. ദേഹി പറയുന്നതല്ല കേൾക്കേണ്ടത്, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം. ദേഹി പറയുന്ന നിന്റെ ജഡം പറയുന്നത് അനുസരിച്ച് ജീവിക്കാനല്ല. ജഡം പറയുന്നത് എപ്പോഴും ജഡത്തിന്റെ സുഖങ്ങൾ മാത്രമാ, അതൊരിക്കലും ദൈവികമല്ല. ഇന്ന് ഒത്തിരി പേര് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. ജഡത്തിലിരുന്ന് ജഡത്തിന്റെ സുഖം അനുസരിച്ച് ഇരുന്നിട്ട് ഇതല്ലേ ആത്മീയം, ഇതല്ലേ പ്രാർത്ഥന, ഇതല്ലേ ആരാധന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഉഴപ്പന്മാർ ഒത്തിരി ഉണ്ട് ആത്മീയത്തില്. മനസ്സിലാകുന്നുണ്ടോ? ജഡം പറയുന്നതല്ല, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പുണ്ടാകത്തില്ല. ശരീരം വിശുദ്ധിയിൽ നമ്മൾ കാത്തേ മതിയാകത്തുള്ളൂ. ഈ വിശുദ്ധിയിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് പോരാടേണ്ടി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പാപത്തിന്റെ വഴികളിൽ നിന്ന് തിരിഞ്ഞ് ഈ ശരീരത്തെ വിശുദ്ധിയിൽ നിലനിർത്തുന്നതിന് ഒത്തിരി വില കൊടുത്തേ മതിയാകത്തുള്ളൂ. പണമല്ല വിലയെന്ന് ഉദ്ദേശിക്കുന്നത്. ചിലത് ജീവിതത്തിൽ വേണ്ടെന്ന് വെച്ച് ഈ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ പലതും കുറ്റക്കാരായി
തീരേണ്ടി വരും, ഒറ്റപ്പെടേണ്ടതായി വരും, തള്ളപ്പെടേണ്ടതായിട്ട് വരും. പക്ഷെ വിളിച്ച ദൈവം വിശ്വസ്തന, നിന്നിൽ പകർന്നത് പ്രസിദ്ധമാകുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ എന്നും തകർന്ന അവസ്ഥ എന്നുള്ള അങ്ങനെ ഒരു അവസ്ഥയല്ല. ദൈവം മാന്യകാര്യത്തിനാണ് വിളിക്കുന്നത്. നാം സേവിക്കുന്ന ദൈവം സർവ്വത്തിനും ഉടയവനാണ്, സർവ്വത്തിനും അധികാരിയാണ്. ആ കർത്താവ് ചെറിയ കാര്യത്തിലല്ല നിന്നെ വിളിക്കുന്നത്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കണം. ആളെ നമ്മളെല്ലാം ഇടയിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു സന്തോഷമോ സുഖമൊന്നും കാണാത്തവരാണ് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നത്. എപ്പോഴും കഷ്ടപ്പാടും കരച്ചിലും നിലവിളിയെന്ന് ആര് പറഞ്ഞു? ആത്മാവിനുള്ള സന്തോഷത്തിലല്ല ഇരിക്കുന്നത്. എന്റെ ആത്മാവിനെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു, പാപബന്ധനത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ വിടുവിച്ചു. അതുകൊണ്ട് ഞാൻ ഇനിമേൽ പാപിയല്ല. എന്നാൽ ഇന്ന് ഈ സത്യം ഗ്രഹിക്കാത്ത സകല പാപികളുടെ ഇടയിലും എന്റെ പാപം മോചിക്കപ്പെട്ടവരായി പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ നടക്കുന്ന നമ്മെ നോക്കിക്കൊണ്ട് ഇതിൽ ജയിക്കുവാൻ കൃപയില്ലാത്തവർ, ഇതിൽ ജയിക്കുവാൻ കഴിയാത്തവർ അപ്പോഴും പറയുക, ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് വാടിയിരിക്കുന്നത് ക്രിസ്ത്യൻ ജീവിതം. അത് പിശാച് പറഞ്ഞു കൊടുക്കുന്നതാണ്. ആത്മാവിന്റെ സന്തോഷം അനുഭവിക്കുന്ന ഒരുവരും ദുഃഖിച്ചിരിക്കുന്നില്ല. അവൻ ലോകത്തെ നോക്കിയല്ല, അവന്റെ ഉള്ളത്തിൽ പകർന്ന പരിശുദ്ധാത്മാവ് സ്വർഗമണ്ഡപം വിട്ട് നമ്മളിൽ ഇറങ്ങി വന്നെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നവരുടെ ഹൃദയം എപ്പോഴും സ്വർഗ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അവരൊരിക്കലും നിരാശപ്പെടുന്നില്ല. അങ്ങനെ പ്രത്യാശയിലും സന്തോഷത്തിലും ആയിരിക്കുന്ന ഒരു ദൈവ പൈതലിനോട്, തിമത്യോസിനോട് പൗലോസ് പറയുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. പടചേർത്തവരെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും കണ്ടോ, ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. അതായത് ലോകത്തിലുള്ള, നമുക്കറിയാം നമ്മളിപ്പോ യുദ്ധമെല്ലാം വരാൻ പോവുകയാണ്. ഇനി എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. എങ്കിലും ബോർഡറിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ വീടും നാടൊക്കെ മറന്ന് മാസങ്ങളായി ബോർഡറിലായിരിക്കുന്ന എത്രയോ സൈനികരുണ്ട്. ഇന്ത്യയെ കാത്തു സൂക്ഷിക്കുന്ന സൈനികർ ഇന്ത്യയുടെ ബോർഡറിൽ ഇരിപ്പുണ്ട്. നമ്മൾ ചില വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ അവിടെ കാണുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊടും മഞ്ഞാണ്. കൊടും മഞ്ഞിന്റെ അകത്ത് അവര് ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ അവസ്ഥകള്, അവര് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, മറ്റൊരു വിധത്തില് അങ്ങനെ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ വീഡിയോകളിലൂടെ നോക്കുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കും. അവിടെ മഞ്ഞിലൊക്കെയാണ് പല ആഹാര കാര്യങ്ങളൊക്കെ കൊണ്ടു വെച്ച് കഴിയുമ്പോൾ അത് നിപ്പിന് പെട്ടെന്ന് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മരച്ചു പോകുന്ന അവസ്ഥയുണ്ട്. കുടിക്കുവാൻ വെള്ളമില്ല. വെള്ളം തന്നെയും ഇങ്ങനെ ഈ നിലവാരത്തിൽ തണുത്തുറഞ്ഞാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അതിർത്തികളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. അതിന്റെ എല്ലാം നടുവില് രാജ്യത്തിന്റെ സുരക്ഷിതത്തിന് പരമപ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന പട്ടാളക്കാരുടെ നോട്ടം എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ തിന്നു കുടിച്ച് സുഖമായിട്ട് അതിർത്തിയിൽ കഴിഞ്ഞോ, വീട്ടിൽ കഴിയുന്ന പോലെ അതിർത്തിയിൽ കഴിഞ്ഞോ എന്നുള്ളതല്ല വിഷയം. അതിർത്തി കാത്തു സൂക്ഷിക്കുന്ന വിഷയം ആയിരിക്കുന്ന ഒരു സൈന്യാധിപനെ സംബന്ധിച്ച് അവനവന്റെ രാജ്യത്തെ സൂക്ഷിക്കുന്നു. ശത്രുക്കളിൽ നിന്ന് മോചനം നേടേണ്ടതിന് വേണ്ടി എപ്പോഴും ചുറ്റുവട്ടങ്ങള് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടയാളിനെയാണ് നമ്മൾ അതിർത്തിയിൽ കാണുന്നത്. അവന്റെ കയ്യിലിരിക്കുന്ന ആയുധം മനസ്സിലാക്കണം. മറ്റൊന്നും ആ റൂമിലോ അവൻ ഇരിക്കുന്നിടത്തോ അവൻ നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. അവൻ മറ്റൊരു കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടാവത്തില്ല. പല പ്രശ്നങ്ങൾ കാണും. പക്ഷെ അവൻ അപ്പോഴും വിജിലന്റ് ആയിട്ടിരിക്കുന്ന, അവൻ ഉപയോഗിക്കുന്ന ആയുധമുണ്ട്, തോക്കുണ്ട്. അത് എപ്പോഴും വർക്കിംഗ് ആണോ എന്ന് നോക്കിക്കൊണ്ടായിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മറ്റൊരു കാര്യങ്ങൾ നടന്നില്ലേലും അവന്റെ കയ്യിരിക്കുന്ന ആ വെപ്പൺ, ആയുധം എപ്പോഴും ആക്റ്റീവായിട്ട് വെച്ചോണ്ടിരിക്കും. അത് തണുക്കാൻ സമ്മതിക്കത്തില്ല. അതിന്റെ അകത്തൊരു മിസ്ഫയർ ഉണ്ടാകത്തില്ല. കൃത്യമായ ഒരു കാര്യത്തിലാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ ഇത്ര അതിർത്തിയിൽ, എനിക്ക് പകത്ത് തന്നിരിക്കുന്ന അതിർത്തിയിൽ ഇത്ര ദൂരത്തിനുള്ളിൽ ശത്രു കയറിയാൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ ആയുധം കൊണ്ട് ശത്രുവിനെ തകർക്കുക എന്നുള്ളതാണ് ഒരു സൈന്യത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ ഫോക്കസ് തന്നെയാണ് ഒരു ദൈവ പൈതലിന്, ഒരു ദൈവദാസന് കർത്താവ് നൽകിയിരിക്കുന്നത്. ശത്രുവാകുന്ന പിശാച് പല വിധത്തിലും ദൈവജനത്തെ തകർക്കുവാൻ കടന്നു വരുമ്പോൾ ജനത്തെ പോരാടുവാൻ ഉത്സാഹിപ്പിക്കണം. ഹല്ലേലൂയ. ഉത്സാഹിപ്പിക്കുമ്പോൾ ഉറങ്ങുന്നവനെ വിട്ടുകളഞ്ഞേക്ക്, അനുസരിക്കാത്തവരെ വിട്ടുകളഞ്ഞേട്ട്. എത്ര ഉന്തിയാലും മരം കയറാത്ത ചില ടൈപ്പുകളുണ്ട്, വിട്ടുകളഞ്ഞേക്ക്. അതിന്റെ കാര്യമല്ല പറയുന്നത്. ഓടുന്നവരുണ്ട് കേട്ടോ, നിൽക്കുന്നവരുണ്ട് കേട്ടോ. അവർക്ക് മറ്റു പല കാര്യങ്ങളായിരിക്കും. ആർക്ക്? ഈ അനുസരിക്കാത്തവർക്ക്. അനുസരിക്കുന്നവരുണ്ട്. വീട് പോകുന്നവരെ വിട്, നിൽക്കുന്നവരെ നോക്ക. പാപിയെ വിട്ടിട്ട് വിശുദ്ധനെ നോക്കുന്നേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ വീണു പോകുന്നവനെയും തളർന്നു പോകുന്നവനെയൊക്കെ വിട്ടിട്ട് നിൽക്കുന്നവനെ ബലപ്പെടുത്താൻ നോക്കുക. വീണവനോട് കാര്യം പറയുക. കേട്ടില്ലെന്ന് വെച്ച് ഒന്നുമില്ല. നീ നഷ്ടപ്പെടാതിരിക്കാൻ നോക്കിക്കോളുക. മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലാക്കണം. പടക്കളത്തിൽ ചെല്ലുമ്പോൾ, യുദ്ധത്തിന് ചെല്ലുമ്പോൾ, അടുത്ത് നിൽക്കുന്ന ഒരു സൈന്യത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അടുത്ത് വീണ് കിടക്കുന്ന വെടികൊണ്ട് നിലത്ത് വീണ് കിടന്നാൽ ഈ വ്യക്തി വെടികൊണ്ട് കിടക്കുകയാണ്, അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നില്ലെന്നുള്ളതല്ല. അവൻ അവിടെ വീണാലും എന്റെ ദൗത്യം തീർക്കണം, മുമ്പോട്ട് പോകണം. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത് കിടക്കുന്നവർ പലരും വീട് കിടന്നുകൊണ്ട് വന്നാലും മനസ്സിലാക്കണം, നിന്റെ ദൗത്യം മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അത് നീ പൂർത്തീകരിക്കണം. ഈ ബോധ്യമാണ് പൗലോസ് തിമോത്തിയോസിന് കൊടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അനേകർ ഇന്ന് ഉണ്ടാകുന്ന കാര്യം ലോക വിഷയം പറഞ്ഞ് മുമ്പോട്ട് പോകാതിരിക്കുകയാണ്. ആ വായിച്ച ഭാഗം വായിക്കുമ്പോൾ പടചേർത്തവനെ, അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കണം കേട്ടോ, ദൈവത്തെ പ്രസാദിപ്പിക്കണം. നമ്മള് അനങ്ങാതിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ ദൈവം പ്രസാദിക്കില്ല. നീ പ്രവർത്തിക്കണം, സാഹചര്യം നോക്കാതെ പ്രവർത്തിക്കണം, ചുറ്റും നോക്കാതെ പ്രവർത്തിക്കണം. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. എന്നാണ് അവിടെ വായിക്കുന്നത്, പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും പോരാടിയില്ലെങ്കിൽ അപ്പോൾ കിരീടം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫൈറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എന്താ ഒരു കോമ്പാക്ട്, ഒരു യുദ്ധമുറ വെളിപ്പെട്ടേ പറ്റുള്ളൂ. ആത്മീക കോളത്തിലും ഇത് തന്നെയാണ്. ഇത് പറഞ്ഞിട്ട് ഇനി നമ്മൾ വായിക്കാൻ പോവുകയാണ്, എവിടെയാണ് പോരാട്ടമെന്ന്, എങ്ങനെയാണ് പോരാട്ടമെന്ന് ഇനി കാണാൻ പോവുകയാണ്. നിന്റെ യുദ്ധമുഖത്ത് നിനക്ക് പോരാട്ടം ഉണ്ടോ എന്ന് കാണിക്കാൻ പോവുകയാണ് പൗലോസ്. ഇനി വായിക്കുന്ന ഭാഗങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് സ്തോത്രം നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അടുത്ത വായിക്കുന്ന അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു. കണ്ടോ, ആദ്യം പറഞ്ഞ വാക്ക് ഈ പറഞ്ഞ വാക്യമെല്ലാം പല ഒരേ വിഷയത്തെ കുറിച്ച് പല ഡൈമെൻഷനിൽ സംസാരിക്കുകയാണ്. എന്നാൽ ആ പല ഡൈമെൻഷനിൽ നിന്ന് ആ ഒരു വിഷയത്തിലേക്ക് നോക്കുവാൻ ഇതിന്റെ ശ്രോതാക്കളെ പൗലോസ് എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. തിമോത്തിയോസിന് എഴുന്നേൽക്കുകയാണ്. തിമോത്തിയോസിന് കാര്യം മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് കൃഷിക്കാരെ കുറിച്ചോ ബോർഡർ കിടക്കുന്ന പട്ടാളക്കാരെ കുറിച്ചോ അല്ല പറയുന്നത്. ഇതിന്റെ എല്ലാം പിന്നിലിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് ആ നിലവാരത്തിൽ നോക്കണം. നിന്റെ അധ്വാനം വെറുതെ ആകരുത്. അതാണ് പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ അധ്വാനം വെറുതെ ആകുന്നുണ്ടോ? എവിടെയാണ് ഞാൻ നിഷ്ഫലമായ പ്രവർത്തനം നടത്തുന്നത്? ചട്ടപ്രകാരമല്ലാത്ത പോരാട്ടങ്ങൾ എവിടെയാണ് നടത്തുന്നത്? അപ്പോൾ ഇതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തുടർന്ന് വായിച്ചേ മതിയാകത്തുള്ളൂ. വായിച്ചേ. കണ്ടോ, ഞാൻ അപ്പൊ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളല്ല, ഇനി ചിന്തിക്കാനാ പറയുന്നത്. ഇനി ചിന്തിച്ചിട്ട് ഇനി പറയും. ഇനിയുള്ള കാര്യങ്ങൾ എന്താണ് ചിന്തയിൽ നിന്ന് നിനക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങൾ പറയുന്നത്. നീ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞത്. വായിച്ചേ. കർത്താവ് അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അതിന് ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ഒരു വലിയ അടയാളമാണ്. പരിശുദ്ധാത്മാവ് അത് ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നെയും നിങ്ങളെ കർത്താവ് വേലക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്തൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് അതിന് ബോധ്യം നൽകും. എവിടെയാണ് വീഴ്ച കിടക്കുന്നതെന്ന് കൃത്യത തരും, ബോധ്യമാക്കും പരിശുദ്ധാത്മാവ്. വായിച്ചേ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അപ്പോൾ മനസ്സിലാക്കണം, മറ്റ് പലതും പ്രസംഗിക്കുന്നതിന്റെ ഇടയിലാണ് ഈ സത്യം പ്രസംഗിക്കേണ്ടത്. 1-ാം നൂറ്റാണ്ടിന്റെ ഒരു പ്രശ്നം ഇതായിരുന്നു. മറ്റു പല ഉപദേശങ്ങളും പല പ്രസംഗങ്ങളും അവിടെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. സഭകളുടെ അകത്ത് വേറെ പല ഉപദേശങ്ങളും കയറി വരുന്നുണ്ട്. തിമോത്തിയോസ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ വഴിതെറ്റിപ്പോകുമെന്ന് പൗലോസിന് സംശയം. അവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. എന്താ വിഷയം? ചട്ടപ്രകാരം ആകുന്ന എപ്പോഴാ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളണം. എന്തിനാ ഓർക്കണം? അത് ഓർക്കുമ്പോഴാ. ഞാൻ പറയട്ടെ, നമ്മൾ തിരുമേശയിലേക്ക് പോകുന്നുണ്ട്. തിരുമേശയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ സ്വത്തിൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് അവൻ നമ്മുടെ ശരീരമെന്നും അവന്റെ രക്തമെന്നും നമ്മൾ ഓർക്കണം. ഇത് ഓർക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എന്തൊക്കെ ഓർക്കുന്നത്? ഇന്ന് പലരും അടിസ്ഥാനം മറന്നിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഒരു കാര്യം, നമ്മൾ ഉയർത്തുന്നതും പ്രസംഗിക്കുന്നതും യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവമാണ്. അവനാണ് നായകനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ ആരും നായകന്മാരാകരുത്. ഒരു പാസ്റ്റർമാരും നായക വേഷം കെട്ടരുത്. ക്രിസ്തുവിനെ മാറ്റിവെച്ച ആ സ്ഥാനത്ത് നീ ദൈവമാകരുത്, നീ വലിയ പ്രവാചകനാകരുത്. ക്രിസ്തുവിനെ ഉയർത്തണം.
ദൈവത്തിന്റെ കൃപ പകരുന്നതിന് ഒത്തവണ്ണം അല്ലാതെ മറ്റൊന്ന് നീ ശുശ്രൂഷിക്കരുത്. ഇന്ന് ഇതൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. പല വിശ്വാസികളും ദൈവത്തെ കാണുന്നത് പോലെയോ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നത് പോലെ പലരുടെ അടുക്കൽ ചെല്ലുന്നുണ്ട്. അതൊന്നും ചട്ടപ്രകാരമല്ല. അതുകൊണ്ടാ തിമോഥെയോസിനോട് പറയുന്നത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുയേശുവിനെ ഓർത്തുകൊള്ളണം. അപ്പൊ അത് പലരും മറന്നുപോയിട്ടുണ്ട്. അവിടെ പലരും മറന്നുപോയിട്ടുണ്ട് അല്ലേ? ഇവിടെ ദൈവപുത്രന്റെ ശരീരയാഗത്തിലേക്ക് ഈ ബൈബിളിലെ എല്ലാ വചനങ്ങളും അങ്ങോട്ടാ കൈ ചൂണ്ടുന്നുള്ളൂ, മറ്റൊരിടത്തിലേക്ക് കൈ ചൂണ്ടുന്നില്ല. ഇത് ശിശുക്കൾ കേട്ട് കഴിയുമ്പോൾ ശിശുക്കളെല്ലാം കൂടെ പറയുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ അത് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാവും. അതാണ് വളർച്ചയില്ലാത്തതിന്റെ വിഷയം. ആത്മീക ശിശുക്കളുടെ പ്രശ്നം, അവരോടൊരു കാര്യം പറഞ്ഞ് അവരതിൽ കടിച്ചു തൂങ്ങി ഇങ്ങനെ കിടക്കും. മറ്റൊരു വിഷയം പറയുമ്പോൾ ഇങ്ങോട്ട് പോരത്തില്ല, അവിടെ കടിച്ചു തൂങ്ങി കരഞ്ഞ് നിലവിളിച്ച് കാറിക്കൂവി ഇങ്ങനെ ഇരിക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ കാര്യങ്ങൾ ഇച്ചിരി മനസ്സിലാകുമ്പോൾ പിടിവിട്ട് കഴിയുമ്പോൾ പിന്നെ അടുത്തതിലേക്ക് വരാനായിട്ട് മനസ്സ് കാണത്തില്ല. ഇങ്ങനെയാണ് ആത്മീക ശിശുക്കൾ ഇരിക്കുന്നത്. ആത്മീക ശിശു ആകരുത് ഒരിക്കലും. വായിച്ചേ. എന്റെ സുവിശേഷം ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. കണ്ടോ എന്തുകൊണ്ടാ ഇത് അറിയിക്കുമ്പോൾ എല്ലാ വചനങ്ങളും അതിന്റെ സത്യങ്ങളും ക്രിസ്തുവിലേശുവിലേക്ക് പൗലോസ് എത്തിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ കൂടെയുള്ളവരെ ക്രിസ്തുവിലേക്ക് എത്തിക്കാതെ മറ്റു പലതിലേക്കും എത്തിക്കുന്ന ഒരു ഉപദേശവും പശ്ചാത്തലം 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരിക്കാം. മനസ്സിലാകുന്നുണ്ടോ? മറ്റു പലരിലേക്കും മറ്റു പലതിലേക്കും തിരിക്കുകയാണ്, ക്രിസ്തുവിലേക്ക് മാത്രം എത്തത്തില്ല. ആമേൻ. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളിപ്പോ വായിച്ച വാക്യം എന്താ വായിക്കുന്നത്? നിങ്ങൾ വായിച്ചേ. സുവിശേഷം ചങ്ങല ധരിച്ച് കണ്ടോ? ഇത് അറിയിക്കുവാൻ ഒരു ചങ്ങല. ഈ ചങ്ങല എന്ന് പറയുന്നത് കാണപ്പെടുന്ന ഒരു ചങ്ങലയോ കാണപ്പെടാത്തൊരു ചങ്ങലയോ അല്ല. വചനം നമ്മൾ ധരിക്കുമ്പോൾ, വചനത്തിന് വേണ്ടി മാത്രം നിൽക്കുമ്പോൾ, മറ്റുള്ളവരുടെ കണ്ണിൽ ഈ ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നവൻ ബന്ധനത്തിലായിരിക്കുന്നതാ കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സത്യവചനത്തിന് വേണ്ടി നിൽക്കുമ്പോഴേ ചിലർ പറയുന്നത് കേട്ടില്ലേ, അവർക്ക് ഇതല്ലാതെ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നൊന്നും പറയാൻ അറിയത്തില്ല, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന കാര്യം മാത്രമേ പറയാൻ അറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എന്താ? യഥാർത്ഥത്തിൽ പറയുന്നത് സത്യവചനമോ പ്രസംഗിക്കുന്നെങ്കിൽ അവർ പറയുന്നത് ആ വ്യക്തി എന്തോ വലിയ പ്രശ്നത്തിലാണ് അല്ലേ? എന്നാ പൗലോസ് ശരീരത്തിൽ ഒരു സ്തോത്രം ഒരു ജയിലിൽ കിടക്കുന്ന തടവുകാരനെ പോലെ ചങ്ങല ധരിച്ചേക്കുക അല്ലേ? ചങ്ങല ധരിച്ചേക്കുക. താൻ കാരാഗ്രഹത്തിലാ. സുവിശേഷത്തിന്റെ സത്യം വെളിപ്പെടുത്തുവാൻ പൗലോസ് കാരാഗ്രഹത്തിലാണ്. സുവിശേഷത്തിന്റെ സത്യം വെളിപ്പെടുത്തുവാൻ താൻ ബന്ധനത്തിലാണ്. അത് ഉപദേശത്തിന്റെ ബന്ധനത്തിലാണ്, ഉപദേശത്തിന്റെ കാരാഗ്രഹത്തിലാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ നീ കാരാഗ്രഹത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ കണ്ണിൽ നീ ബന്ധനസ്ഥനാണെന്ന് പറഞ്ഞാലും മകനെ, അവൻ കൃപയിൽ ആശ്രയിക്കുകയാണ്, കൃപയിൽ സന്തോഷിക്കുകയാണ്. ആമേൻ. സ്വർഗത്തിൽ ചെല്ലട്ടെ. ഇതിന്റെ പ്രതിഫലം എന്നാന്ന് അപ്പൊ കാണാം. വായിച്ചേ. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് മുറിക്കാതെ വായിക്കണേ. നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന്. കണ്ടോ? അവിടെ വായിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. എന്താണ് ഈ ചങ്ങല? എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ? എന്താണ്? ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക്, വ്രതജീവിതം ഇരിക്കുന്നവർക്ക് കിട്ടേണ്ടതിന് വേണ്ടി അവർക്കായി സകലതും സഹിക്കുന്നു. അതായത് എന്റെ ശുശ്രൂഷയിലൂടെ ചിലർ ബലപ്പെട്ട് കയറി വരണം, ചിലർ ബലസ്തോത്രം ശക്തി പ്രാപിക്കണം, ചിലർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കണം. അവര് വൃതന്മാരാണ്. അവർക്ക് വേണ്ടി അപ്പോൾ ഞാൻ ജഡത്തിൽ കഷ്ടം സഹിക്കുകയാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിനെ ഓർക്കാൻ പറയുമ്പോൾ മറ്റു പല ഉപദേശങ്ങളും പ്രസംഗിക്കുന്നവരാ ആളി അവിടെ ഉണ്ട്, അവിടെ ഉണ്ടെന്നേ. അവര് വായിച്ചേ. നാം അവരോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. നാം
എങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. അപ്പോൾ ശ്രദ്ധിക്കട്ടെ, പൗലോസ് ആരിൽ ആശ്രയിക്കുന്നത് ശ്രദ്ധിച്ചോ? ഈ സത്യവചനം പറയുവാൻ താൻ ഈ കഷ്ടം സഹിക്കുകയാണ്. തന്റെ ശുശ്രൂഷയിലൂടെ ചിലർ ബലപ്പെട്ട് കയറി വരണം. ഇത് തിമോത്തിയോസിനെ ഓർപ്പിക്കുകയാണ്. എല്ലാവരും നമ്മുടെ കൂടെ വരുന്നില്ല, എല്ലാവരും നമ്മുടെ കൂടെ ഇരിക്കത്തില്ല, എല്ലാവരും നമ്മളെ അംഗീകരിക്കത്തില്ല. വലിയൊരു സമൂഹം ഉണ്ടെങ്കിൽ ഇതിൽ ചിലർ അതുകൊണ്ടാണ് ദൈവത്തിന് പറയുന്നത്, ഇതിൽ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചിലരേ ഉള്ളു, എല്ലാവരും ഇല്ല, ചിലരെ. എല്ലാവർക്കും ഇത് ലഭിച്ചിട്ടില്ല. അപ്പോൾ ദൈവം കൃപ ചെയ്തിട്ടിരിക്കുന്ന ചിലരെ ഇത് അനുഭവിക്കത്തുള്ളൂ, അവരെ ഇത് കാണത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് വേഷം കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പെന്തക്കോസ്താന്ന് പറഞ്ഞ് നടക്കാം. അനുഭവം ഉള്ളവർ ചിലരേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ചിലർക്കേ അനുഭവമുള്ളൂ. അവര് ദൈവകൃപയിൽ മുമ്പോട്ട് പോകും. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നോക്കിക്കേ. അവിടെ പൗലോസ് പറയുന്നത് അവിടെ ചിലര് ദൈവത്തിന്റെ കൃപയാൽ ബലപ്പെടണം. സ്വോത്രം അവിടെ വായിക്കുന്ന നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടത് ഞാൻ അവർക്കായി സകലതും സഹിക്കുന്നു. അടുത്തത് നാം അവനോടുകൂടെ കണ്ടോ, അവനോടുകൂടെ മരിക്കണം. ഈ സത്യത്തിന് വേണ്ടി മരിച്ചാൽ മാത്രമേ എന്ത് ലഭിക്കത്തുള്ളൂ? നാം അവനോടുകൂടെ. കാര്യം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വഴി എന്താണെന്നറിയാം? ഒന്ന് നോക്കിക്കേ, ഒന്ന് പറയാൻ വേണ്ടി പറയാം. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ, പിതാവായ ദൈവത്തിന്റെ കൽപ്പന, ഭൂമിയിൽ നിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു വരുന്ന ഒരു കൂട്ടമുണ്ട്. പാപത്തെ കഴുകി വിശുദ്ധിക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടരുണ്ട്. അവരെ ദൈവരാജ്യത്തിലെത്തിക്കണം, അവരെ പിതാവിന്റെ സന്നിധിയിലെത്തിക്കണം. അതുകൊണ്ട് നിന്റെ രക്തം കൊണ്ട് എന്റെ കയ്യിൽ നിന്ന് നീ മറുവിലയായി മേടിക്കണം. എന്റെ കയ്യിൽ ഇരിക്കുന്നത് പിതാവ് തന്നിരിക്കുന്നതാണ്. അവരെ ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കണം. അവർ പിതാവിന്റെ സന്നിധിയിൽ പ്രത്യക്ഷമാകണം. പുത്രനാകുന്ന ക്രിസ്തു തേജസ്സിലിരിക്കുന്നെങ്കിൽ തേജസ്സിലിരിക്കുന്ന ക്രിസ്തുവിന്റെ മുഖപ്രകാശത്തെ കണ്ണാടിയിൽ എന്ന പോലെ പ്രതിബിംബിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഏത് ഇമേജിലാണ് ക്രൈസ്റ്റ് ഇരിക്കുന്നത്, ആ ഇമേജിൽ തന്നെയാണ് നീ റിസറക്ട് ചെയ്യേണ്ടത്, നീ ഉയർക്കേണ്ടത് അതേ സെയിം ഇമേജിലാണ്. ഈ വലിയ ഡ്യൂട്ടിയിലാണ് ക്രിസ്തു ആയിരിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിനാകുന്ന ക്രിസ്തു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ആയിരിക്കുന്നത്. താൻ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ വസിച്ച് അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുത്രനാകുന്ന ക്രിസ്തുവിന് അറിയാം ഇവനെ എത്രത്തോളം ഇവനിൽ ക്രിയ ചെയ്യണം, എത്രത്തോളം പ്രവർത്തിക്കണം എന്നുള്ളത് ക്രിസ്തുവിന് നല്ലവണ്ണം അറിയാം. അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും സ്വർഗീയ പിതാവ് പുത്രന്റെ തേജസ്സോട് അനുരൂപപ്പെടുവാൻ പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് നൽകിയിരിക്കുന്ന പിതാവിന്റെ കയ്യിൽ നിന്ന് ആരും നമ്മളെ പിടിച്ചു പറിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു ആവിചാരങ്ങൾക്കും മന്ത്രവാദങ്ങൾക്കും ക്ഷുദ്രപ്രയോഗങ്ങൾക്കും ഇരുട്ടിന്റെ ഒരു ശക്തികൾക്കും ക്രിസ്തുവിന്റെ കരത്തിലിരിക്കുന്ന നിന്നെ പിടിച്ചു പറിക്കുവാനോ നിന്നെ തകർക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയത്തില്ല. അത് വലിയ കാര്യമൊന്നുമല്ല കേട്ടോ, വലിയ കാര്യമൊന്നുമല്ല. ഞാനീ പറഞ്ഞ കാര്യം വലിയ സംഭവമൊന്നുമല്ല. ഇപ്പൊ ആവിചാര മന്ത്രവാദമൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ സ്തോത്രം ഹല്ലേലൂയ എന്ന് വൈബ്രേഷൻ ഇട്ട് വിട്ട് പറയുന്നതിന് കാര്യം, നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞാൽ ഇതൊന്നും വിഷയമല്ല. ഇന്ന് കർത്താവിന്റെ ആ സാമീപ്യം അനുഭവിക്കാത്തത് കൊണ്ടാണ് നിന്നെ പിശാച് തൊടില്ലെന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്നത്. നീ കർത്താവിനെ തൊട്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ എന്നെ പിശാച് തൊട്ടില്ല, ഹല്ലേലൂയ. ഇതാണ് ചിലരുടെ വിശ്വാസം. ഇതൊക്കെ വിട്ട് കളഞ്ഞണം കേട്ടോ. ഇതൊക്കെ ശൈശവാവസ്ഥയാ. വളർച്ച പ്രാപിക്കേണ്ടതിന് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് വരണം, അവന്റെ കൃപാസനത്തിലേക്ക് അടുത്തു വരണം. നീ അറിയേണ്ടത് അറിയണം കേട്ടോ. ചിലരിരുന്ന് ചെറിയൊരു പോരാട്ടം വരുമ്പോൾ ഇരുന്ന് ഹോ പിശാചേ ആട്ടും പ്രാക്കും ശാപവാക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ കുറെ പേര് പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നേ ഇല്ല, ഞാൻ ഇച്ഛാശക്തി കൊണ്ട് ഇതൊന്നും ഇല്ലെന്നങ്ങ് വിശ്വസിക്കുന്നത്. എന്തിനാ നീ ഇത്ര റിസ്ക് എടുക്കുന്നത്? നിനക്ക് ക്രിസ്തുവിനെ ഇതുവരെ വെളിപ്പെട്ടിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു ആരാന്ന് നിനക്കറിയാവോ? ഇതുവരെ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? പൗലോസിന് വെളിപ്പെട്ടിട്ടുണ്ട്. പൗലോസ് പറയുന്ന കാര്യം നമ്മളിപ്പോ കേട്ടത്. തന്റെ വൃതന്മാർക്ക് ക്രിസ്തുവിന് വെളിപ്പെട്ട് കിട്ടേണ്ടതിനാണ് ഞാൻ ഈ കഷ്ടം സഹിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ദൈവവേല എന്ന് പറയുന്നത്. ശിശുക്കൾ ഉപദ്രവിക്കും. ആത്മീക അശ്വത്രം പക്വതയില്ലാത്തവർ പലവിധ അപവാദങ്ങൾ പറയും. ഇതെല്ലാം സഹിക്കേണ്ടി വരുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ.
ഇതിലൊരു വൃതരെങ്കിലും ബലത്തോടെ കയറി വരണം. ഹല്ലേലൂയ. ചിലര് വന്നിരുന്ന് ഉള്ള സങ്കീർത്തന പ്രബോധനത്തിന്റെ കമന്ററി ബുക്ക് ഇനി എത്ര എണ്ണം 2-3 കൂടെ കൂടുതൽ മേടിക്ക്. അതെല്ലാം കൂടെ എടുത്ത് തിരിച്ചും മറിച്ച് കോപ്പി അടിച്ച് പേപ്പറിൽ എഴുതിക്കൊണ്ടേ വായിക്കുന്നതാണ് ചിലർക്ക് സങ്കീർത്തന പ്രബോധനം. വല്ലവരും പറഞ്ഞിരിക്കുന്നത് നിനക്ക് അനുഭവമില്ലാതെ നീ വായിച്ചോണ്ടിരിക്കുകയല്ലേ? നീ എന്നാ ക്രിസ്തുവിനെ അറിയുന്നേ? ഇതുവരെ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണം കേട്ടോ. അവനോട് ഇപ്പൊ പറയാം, നിന്റെ മേലൊരു പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. അവൻ ഇരിക്കും പ്രാർത്ഥിക്കാൻ. കാര്യം അവന് ക്രിസ്തുവിനേക്കാളും അറിവ് ആഭിചാരങ്ങളിലാണ്, മന്ത്രവാദങ്ങളില്ല, ശാപങ്ങളിലാണ്. അവന്റെ മനസ്സ് കുടുങ്ങിയിരിക്കുന്നത് പിശാചിന്റെ പ്രവൃത്തികളിലാണ്. ചിലരുടെ മനസ്സ് കുടുങ്ങിയിരിക്കുന്നത്. ഇതുവരെ ക്രിസ്തുവിലേക്ക് വന്നിട്ടില്ല, വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് ഇവിടെ ശുശ്രൂഷ എന്ന് മനസ്സിലായോ? ചെറിയൊരു കാര്യമല്ല. ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. വെളിപ്പെടുത്തുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം? കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കാതെയാണ് അനേകരിക്കുന്നത്. കണ്ണുണ്ട്, ചെവിയുണ്ട്, വായുണ്ട്, ഒന്നാ വിഗ്രഹം ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. നിന്റെ വിഗ്രഹത്തിന്റെ അനുഭവത്തിൽ ഇരുത്തുന്നത് പിശാചല്ല കേട്ടോ, നിന്റെ ഉള്ളിലിരിക്കുന്ന പാപ സ്വഭാവം തന്നെയാണ്. നിന്റെ ഉള്ളിലിരിക്കുന്ന പാപ സ്വഭാവം നിന്നെ വലിഞ്ഞു മുറുകുമ്പോ നീ പറയുക പിശാച ഇത് ചെയ്യുന്നതെന്ന്. പിന്നെ വായിച്ചേ, അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അടുത്തത്. അടുത്ത വാക്യം. നാം അവനെ തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും. സാക്ഷ്യം പറയുന്നവർ 3 പേരാ: പരിശുദ്ധാത്മാവ്, രക്തം, ജലം. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് പറയും ഇവൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. വെള്ളം പറയും ഇവൻ വെള്ളത്തിൽ സ്നാനമേറ്റിട്ടില്ല. രക്തം ക്രിസ്തു പറയും ഇവൻ എന്നെ അറിഞ്ഞിട്ടുമില്ലെന്ന് പറയും. ചില ഇപ്പൊ നമ്മുടെ പെന്തക്കോസിലേക്ക് വന്നു കഴിഞ്ഞാൽ പറയും, വെള്ളം പറയും ഇവൻ സ്നാനപ്പെട്ടിട്ടുണ്ട്, വെള്ളത്തിൽ മുങ്ങിയതാ. പരിശുദ്ധാത്മാവ് പറയും ഇവൻ എന്റെ അഭിഷേകം ആത്മാവിനിൽ ഇല്ലെന്ന് പറയും. ക്രിസ്തു പറയും ഇവൻ എന്നെ അറിഞ്ഞിട്ടുമില്ലെന്ന് പറയും. വേറെ ചിലരുടെ കേസ് വെള്ളത്തിൽ വെള്ളം പറയും ഞാനിവനെ അറിഞ്ഞിട്ടുണ്ട്, വെള്ളത്തിൽ സ്നാനപ്പെട്ടതാ. അപ്പുറം ചെല്ലുമ്പോൾ പറഞ്ഞ പരിശുദ്ധാത്മാവ് അവിടെ വെള്ളത്താലും വെള്ളവും ആത്മാവും രക്തമാണല്ലോ. പരിശുദ്ധാത്മാവ് ഇവൻ അഭിഷേകം പ്രാപിച്ചത് എന്റെ ആത്മാവിൽ വസിച്ചതാണ്. പിന്നെ എന്ത് പറ്റി? ഇവൻ കേട്ടിട്ടില്ല, അനുസരിച്ചിട്ടില്ല. വേറെ ഇത് 2 ഉണ്ട്. 3-ാമത്തെ ക്രിസ്തുവിനെ അറിയത്തില്ല. അപ്പൊ ഇവന് അറിഞ്ഞതന്നെ ഇവന് കൈയടിച്ചതും പ്രാർത്ഥിച്ചതും ഭൗതിക സുഖത്തിന് വേണ്ടിയായിരുന്നു. ഇവൻ കൈയടിച്ചതും പ്രാർത്ഥിച്ചതും പോരാട്ടം പോകാൻ വേണ്ടിയായിരുന്നു. ഇവൻ കൈയടിച്ചതും പ്രാർത്ഥിച്ചതും ഉയർച്ച പ്രാപിക്കാൻ വേണ്ടിയായിരുന്നു. ഈ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല കേട്ടോ. അത് അറിയണമെന്നുണ്ടെങ്കിൽ വില കൊടുത്തേ മതിയാകത്തുള്ളൂ. ഒരു കാര്യം പറയാം, കർത്താവ് നിന്നെ രക്ഷിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ കർത്താവ് അറിയിച്ചിരിക്കും കർത്താവ് ആരാണെന്ന്. ഉറപ്പാകും. നീ എവിടെ പോയിരുന്നാലും, നീ ഏത് മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരുന്നാലും, എവിടെ എത്ര ഉയരത്തിൽ പോയി കൂടുകൂട്ടിയാലും നിന്നെ അവിടെ നിന്ന് ഇറക്കിയിട്ട് ക്രിസ്തു ആരാന്ന് കർത്താവ് നിന്നെ അറിയിച്ചിരിക്കും. അമേൻ. വായിച്ചേ. കണ്ടോ, നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും. അത് കേൾക്കുമ്പോ നമുക്കൊരു ഭയങ്കര ആശ്വാസം ഉണ്ടല്ലേ? നല്ലത് തന്നെ. ആശ്വാസം നല്ലതാ. എങ്ങനെ ആശ്വാസം? ഞാൻ ചില കാര്യത്തിൽ അവിശ്വസ്തനായിരുന്നാലും എന്റെ കർത്താവ് വിശ്വസ്തനായി പാർത്ത് അവന്റെ വിശ്വസ്തത വെളിപ്പെടുത്തൂലോ എന്നല്ലേ വിചാരിക്കുന്നേ? നല്ലത് തന്നെ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. എന്നാന്നറിയാവോ? നീ അവിശ്വസ്തനായിരിക്കുമ്പോൾ നീ ചിന്തിക്കുന്നത് ദൈവം അവിശ്വസ്തനായിട്ട് നിന്നെ വിട്ടു പോയിന്നാ. ഇല്ല, അവന്റെ വിശ്വസ്തത വെളിപ്പെടുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ പീഡനമായിട്ടാണ് വെളിപ്പെടുന്നത്. അതിന് കാരണം എന്നാ? നീ അവിശ്വസ്തയോടെ ഇടുന്നു. നിന്റെ അവിശ്വസ്തതയ്ക്ക് ഒരു അടി തരണ്ടേ? നിന്റെ അനുസരണക്കേടിന് ഒരു കൊച്ചടി മേടിക്കണ്ടേ? അതാണ് ഈ പറയുന്നത്. വായിച്ചെടുത്ത്. കണ്ടോ, കർത്താവിന്റെ സ്വഭാവത്തിന്റെ കാര്യത്തെ കുറിച്ച് ഇവിടെ പൗലോസ് വീണ്ടും പറയുന്നതാണ്. കർത്താവിന് തന്റെ സ്വഭാവം ത്യജിക്കുവാൻ കഴിയത്തില്ല. അവന് വേറൊരു സ്വഭാവം എടുക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഒന്നും ഇല്ലാതെയാണ് കർത്താവ് ഇരിക്കുന്നത്. അതായത് അവന് ഷിഫ്റ്റിംഗ് ഓഫ് ഷാഡോസ്, നിഴലാട്ടം പോലെ സ്വഭാവത്തിന് മാറ്റം വരാത്തവനാണ് ക്രിസ്തു. അവൻ 1 കോടി വർഷം മുമ്പും 1 വർഷം മുമ്പും 1000 വർഷം മുമ്പും 100 വർഷം മുമ്പും 1000 വർഷം കഴിഞ്ഞു 100 വർഷം കഴിഞ്ഞു 10 മണിക്കൂർ കഴിഞ്ഞു എല്ലാം അവൻ ഒരുവനാണ്, ഏകനാണ്. അവന് മാറ്റമില്ല. അവന്റെ തീരുമാനങ്ങൾ മാറ്റമില്ലാത്തവയാണ്.
അപ്പോൾ അത് നിവർത്തിക്കപ്പെടും കേട്ടോ. അവന്റെ സ്വഭാവത്തെ അറിയണം. ഈ ആയുസ് ക്രിസ്തുവിനെ അറിയാനാ കർത്താവ് നമ്മൾ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. നീ അറിഞ്ഞിട്ടുണ്ടോ കർത്താവിനെ? വായിച്ചേ. ഈ വചനം വിശ്വാസയോഗ്യം. തൊട്ടുപോലെ അവിശ്വസ്തരായിരുന്നാലും വിശ്വസ്തനായി പാർക്കുന്നു. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. കണ്ടോ, ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആദ്യമായി വായിച്ചല്ലോ, പടചേർത്തവനെ പ്രസാദിപ്പിക്കണം, ജീവനകാര്യത്തിൽ ഇടപെടരുത്. സഹോദര, കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ദാവീദ് സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തുവിനെ ഓർക്കണമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, അവന്റെ സ്വഭാവം മാറ്റുവാൻ കഴിയത്തില്ല. ഇന്ന് അനേക പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നവർ ചിന്തിക്കുന്നത് കർത്താവിന്റെ സ്വഭാവം മാറിയെന്ന. ദുരുപദേശം പ്രസംഗിക്കുന്ന വിചാരിക്കുന്ന കർത്താവിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. എപ്പോഴാ? ഇവന്റെ പ്രസംഗം തുടങ്ങിയപ്പോ ഇവന് തോന്നുന്നു അങ്ങനെയാണ്. ഇവന്റെ ശിശുരൂഷ തുടങ്ങിയപ്പോഴാണ് കർത്താവിന് മാറ്റം വന്നു തുടങ്ങിയത്. അങ്ങനെ കുറെ പേര് ഭൂമിയിലുണ്ട് അല്ലേ? സമൃദ്ധി പ്രസംഗിച്ചു കഴിയുമ്പോൾ കർത്താവ് സമൃദ്ധി തരുന്നു. മറ്റൊരു യേശുവാ, നമ്മുടെ കർത്താവല്ല ഇത്. അപ്പൊ പറയും, ഞാൻ പ്രാർത്ഥിച്ച് കൈ നീട്ടിയപ്പോൾ ഞാൻ വിശ്വസിച്ചു സമൃദ്ധി തരുന്ന കർത്താവ് നിനക്ക് സുഭിക്ഷമാക്കുവാൻ, വിശാലമാക്കുവാൻ വരുന്നത്. അതുകൊണ്ട് നീ സൗഖ്യമാകാൻ പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ സൗഖ്യമായി. അപ്പോൾ അത് കർത്താവല്ല ചെയ്യുന്ന അല്ല, മറ്റൊരു യേശുവിനാൽ, മറ്റൊരാത്മാവിനാൽ ഇതിലും വലിയ അത്ഭുതം നടക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കർത്താവ് എന്താ ഉദ്ദേശിച്ച്? പ്രസംഗിക്കുന്നവരെല്ലാം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തുയേശുവിനെ മാത്രം പ്രസംഗിക്കണം. അത് സംഭവിക്കാതെ ട്രാക്ക് തെറ്റിയവരെല്ലാം നടത്താൻ മറ്റൊരാൾ മോളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിന്ന് പലരെയും നടത്തുന്നുണ്ട്. അവരെല്ലാം വലിയ വലിയ ഫാമുകൾ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ, അല്ലേ? വലിയ ഫാം, വലിയ വലിയ ഫാം. കോഴി ഫാം അല്ല കേട്ടോ, മനുഷ്യരാ ഫാമിൽ ഇരിക്കുന്നത്. ഒരെണ്ണത്തിന് പോലും ആത്മാവില്ല, പരിശുദ്ധാത്മാവില്ല, തിരുവെഴുത്ത് അറിയത്തില്ല. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ വെളിപ്പെട്ടിട്ടില്ല. പരിസരത്തിലെ പഞ്ചായത്തിൽ പോലും ചിലർ ചെന്നിട്ടില്ല. അവർക്ക് അറിയത്തില്ല അവർ ആ കർത്താവ് യേശു ക്രിസ്തു ആരാന്ന് അറിയത്തില്ല. അവർക്ക് തുള്ളാൻ അറിയാം. കർത്താവ് നിന്റെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കാൻ വന്ന ഇവന്റെ മനസ്സിലെ ചിന്തകൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് വന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട്, ഇത് പറയുമ്പോൾ അത് ഓർക്കും. എന്നെ പറയുക, ഒരു പുള്ളി സ്റ്റേജിൽ കയറിയിട്ട് പതുക്കെ ഒരു തമിഴ് പാട്ടിന്റെ 2 ലൈൻ പതുക്കെ പാടുക. ഒരുത്തൻ തമിഴ് പാട്ട് പാടി പോക്സോ കേസിൽ അകത്തായി. അടുത്ത ഒരുത്തൻ അവനാണെങ്കിൽ എന്നാ പാട്ട് പാടി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം ജനം റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പം ചോദിക്കുന്നു, അപ്പം അവൻ പറയുന്ന കാര്യം, ഞാനിവിടെ പാട്ട് പാടുമ്പോൾ നിങ്ങൾ ആരും പാടുന്നില്ല, ആരാധിക്കുന്നില്ല. വീട്ടിലാണെങ്കിൽ നീ പാത്രം വലിച്ചെറിയും, അത് ചെയ്തു. എന്നിട്ട് ഓക്കെ, അത് ഒരു വശവും പറയുന്ന കാര്യം ഇങ്ങനെയാണെങ്കിലും അവിടെ നീ താങ്ങിക്കൊണ്ട് ഇവൻ ചെയ്യിക്കുന്ന എന്താണെന്നറിയാവോ? ഈ ജനത്തെ ഇവന്റെ പാട്ടിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഇവന്റെ പാട്ടിന്റെ ഇവൻ പാട്ട് പാടി കൊണ്ടുവന്ന് ഇവനെ ഇങ്ങനെ ഇമോഷണൽ. അപ്പൊ ജനത്തെ വല്ലാതെ ഇവരെ വല്ലാതെ വൈകാരികമായിട്ട് കൊണ്ടുപോവുക. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് വന്ന ഒരു വൈകാരിക വഴിയിലും കൊണ്ടുപോകണ്ട. ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് സുബോധമാവണ്ണം നിന്നെ കർത്താവ് നടത്തിക്കോളൂ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നീ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാൻ ദൈവം സമ്മതിക്കത്തില്ല. നിനക്ക് പരിശുദ്ധാത്മാവ് ഭാവിക്കാൻ നൽകുന്ന ഒരു ലിമിറ്റേഷനും ഒരു കവറേജും ഉണ്ട്. അതിനുള്ളിൽ നീ കൃപയിൽ ആരാധിക്കും, പ്രാർത്ഥിക്കും, കൈയടിക്കും, സ്തോത്രം ചെയ്യും, എല്ലാം ചെയ്യും. കാര്യം നിനക്കൊരു പരിധി, സുബോധമുള്ള ഒരു പരിധിയുണ്ട്. ഇത് സുബോധമില്ലാത്ത പരിധിയിലേക്ക് അനേകരെ ഇക്കിളിപ്പെടുത്തി ചാടിക്കാൻ അനേകരുണ്ട്. അവരിൽ ക്രിസ്തു ഇല്ല. മറ്റൊരാത്മാവ് ഇമോഷൻ ഇളക്കി അവരിലേക്ക് ഇവരിലിരിക്കുന്ന അതേ ആത്മാവിനെ പകരണം. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് സഭയിലായിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാണുന്നൊന്നും ദൈവസഭയല്ല, വചനപ്രകാരമുള്ള സഭയല്ല. ഒരു ബൈബിളിലെ വാക്യം എഴുതി വെച്ചാൽ സഭയാകുന്നില്ല. മനസ്സിലാക്കണം. കുറെ പേര് കൂടി കർത്തൃമേശ എടുത്തോണ്ട് സഭയാകുന്നില്ല. അന്യഭാഷ എല്ലാവർക്കും ഉണ്ട്, നോ. എല്ലാവരും പ്രവചിക്കും, നോ. അവിടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. ക്രിസ്തു വെളിപ്പെടണം. കർത്താവിന്റെ കാൽവറി മരണം വെളിപ്പെടണം. അതിനു മുമ്പിൽ ഒരു പാസ്റ്ററും ഒരു അപ്പോസ്തലൻ ഒരു പ്രവാചകനും കണ്ട് തുള്ളണ്ട, താഴെ നിന്നാ മതി. വായിച്ചേ. മറിച്ചു കളയുന്നതല്ല. അപ്പൊ ഈ മറിച്ചു കളയാന്ന് പറഞ്ഞാൽ ചിലർ നിൽക്കുന്നേ, ചിലർ ഈ വഴിതെറ്റി നിൽക്കും.
അവരോട് നേരെ കാര്യം പറയുമ്പോ അവരും എടുക്കുന്ന ഇതേ വചനം. അവര് പറയും ഞങ്ങളെ മറിച്ചു കളയാൻ വന്നു. നീ നേരെ നിന്നിട്ടില്ല, മറിഞ്ഞു പോയിന്നാ നീ പറയുന്നത്. പൗലോസിനോട് ചോദിക്കും, പൗലോസ് നീ എഴുതി വെച്ച ഏതർത്ഥത്തിലാ? പൗലോസ് പറയും ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കാതെ കിടക്കുന്നവനെല്ലാം മറിഞ്ഞു കിടക്കുകയാണ്. അങ്ങോട്ട് എത്താത്തതെല്ലാം മറിഞ്ഞാ കിടക്കുന്നത്. അവിടെ എത്തുന്നില്ല ഇതൊന്നും, അവിടെ എത്തുന്നില്ല ഇതൊന്നും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വായിച്ചേ, ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. കേൾക്കുന്നവരെ ചിലർക്ക് ഈ സത്യവചനം പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർ പറയും ഞങ്ങളെ മനഃപൂർവ്വം മറിച്ചു കളയാൻ പാസ്റ്റ് ഇങ്ങനെയൊക്കെ പറയുന്ന, ബൈബിളിൽ ഇങ്ങനെ ഒന്നും ഇല്ലെന്നാ പറയുന്നത്. അപ്പൊ അവര് മറ്റൊരു ബൈബിളോ മറ്റൊരു വചനോ മറ്റൊരു യേശുവിനെ ആഗ്രഹിക്കുന്നത്. ഇത് പൗലോസ് അറിഞ്ഞുകൊണ്ട് തിമോഥെയോസിനോട് പറയുകയാണ്, തെറ്റിച്ച് കളയുന്ന ഒത്തിരി പേര് സഭയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. അവര് തെറ്റിച്ച് കളയുവാനായിട്ട് കയറി വരും. അവര് ചതിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മറിച്ച് കളയുകയാണെന്ന പൗലോസ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. മറിച്ച് കളയുക എന്ന പദമാണ് അവിടെ ശരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്. മറിച്ച് കളയുകയാണ്. മറിഞ്ഞു പോകുമോ? മറിഞ്ഞു പോകും. ആ ബാക്കി ഒന്നും കൂടെ വായിച്ചേ. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന്. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, വാക്കുവാദം ദൈവസഭയ്ക്കകത്ത് പാടില്ല. വിശുദ്ധന്മാരുടെ ഇടയിൽ വാക്കുവാദം പാടില്ല. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിൽ നടക്കുന്ന വാക്കുവാദം അതല്ല പറയുന്നത്. ഉപദേശത്തിന്റെ പേരിൽ നടക്കുന്ന വാക്കുവാദം പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉപദേശത്തിന്റെ പേരിൽ നടക്കുന്ന വാക്കുവാദം പാടില്ല. വാക്കുവാദം നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരുവൻ മറ്റൊരുവനെ മറിച്ചു കളയുന്നു. നിന്റെ ഒപ്പോണന്റ് ശക്തനാണെങ്കിൽ നീ വീഴും, നിന്റെ ഒപ്പോണന്റ് ബലഹീനനാണെങ്കിൽ നീ അവനെ ജയിക്കും. മനസ്സിലായോ? ഹല്ലേലൂയ. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന്. കണ്ടോ, അവിടെ ചില വാഗ്വാദങ്ങൾ നടത്തുന്നവർ ചിലർ സഭയ്ക്കകത്തുണ്ട്. പൗലോസ് പറഞ്ഞു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർക്കണം. അതാണ് നമ്മുടെ സുവിശേഷം. അത് വിട്ട് മറ്റെന്തെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് കേൾക്കുന്നവരവരെ മറിച്ചു കളയുകയാണ്. കർത്താവിനെ കൂടാതെ സ്നേഹം പ്രസംഗിച്ചാൽ സൂക്ഷിച്ചോണം. കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെ കഷ്ടം സഹിച്ചാൽ സൂക്ഷിച്ചോണം. കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെ ലോകസുഖം പ്രസംഗിച്ചാൽ വളരെ സൂക്ഷിച്ചോണം. ലോകത്തിൽ എന്തെങ്കിലും തരാമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് പറഞ്ഞതെങ്കിൽ അവനെ വളരെ സൂക്ഷിച്ചോണം. അനേകരെ മറച്ചു കളയുന്നത് തന്നെയാണ് അവൻ. കാര്യം ബൈബിൾ ഒരിടത്തിലും അത് പറയുന്നില്ല. നീ സ്തോത്രം വചനം വ്യക്തമായിട്ട് ഇപ്പൊ പറയുന്നത് പണചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും നിന്റെ ജീവനകാര്യങ്ങൾ ഇടപെടാതെ നോക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെ ഇതിന് സമയം? എവിടെയാണ് ഈ വക കാര്യങ്ങൾക്ക് ഇടപെടല്? ഇപ്പൊ ചോദിക്കും, നമ്മളൊരു വീട് പണിയുന്നതിന് ഒരു വണ്ടി മേടിക്കുന്നതിനൊക്കെയാണോ ഈ പറയുന്നത്? ഒരിക്കലുമല്ല. നീ വീട് വെക്ക്, നല്ല വീട് വെക്ക്, നല്ലൊരു വണ്ടി മേടിക്ക്. ബാങ്ക് ബാലൻസ് ആണോ പ്രശ്നം? അതുണ്ടാകട്ടെ. പക്ഷെ നീ ആദ്യം ഇത് ഉണ്ടാകണം. ഈ സത്യങ്ങൾ ഗ്രഹിച്ചിട്ട് വേണം അത് വരുവാനായിട്ട്. ഇല്ലെങ്കിൽ ആ വരുന്നത് പലതും നിന്നെ കൃപയിൽ നിന്ന് അകറ്റിക്കളയും. ചിലർ ചിന്തിക്കുന്നത് എന്നാണെന്നറിയാവോ? ചിലർ ചിന്തിക്കുന്നത് പണം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പദവിയോ അധികാരങ്ങളോ മറ്റ് ലക്ഷറികളോ വന്നു കഴിഞ്ഞാൽ ഈ കർത്താവ് പുറകെ നടക്കുന്ന. കർത്താവൊക്കെ എന്റെ പുറകെ നടന്നോളും, ഞാൻ വേണം ആവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥന, കർത്താവ് വരട്ടെ. ഇവൻ ശരിക്കും ദൈവസന്നിധിയിലും മുതലാളിയാകുകയാണ്. ഇവൻ കർത്താവിന്റെ സന്നിധിയിൽ മുതലാളിയാകും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള ചിലരുണ്ട്. മനസ്സിലാക്കണം, ഈ സത്യം ഗ്രഹിക്കാതെയാണ് പോകുന്നതെങ്കിൽ വളരെ പ്രയാസമാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. വായിച്ചേ, തുടർന്ന് വായിച്ചോ. ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. ഇതാണ് പ്രശ്നം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. ഇതിനാണ് ഏറ്റവും വലിയ
കോൺഫ്ലിക്റ്റ്, ഫൈറ്റിംഗ് നടക്കുന്നത് ഈ വിഷയത്തിനാണ്. ഉള്ള സത്യവചന യഥാർത്ഥമായി പ്രസംഗിക്കാൻ സമ്മതിക്കത്തില്ല. അത് പ്രസംഗിക്കാൻ സംഘടനകൾ സമ്മതിക്കത്തില്ല, വ്യക്തികൾ സമ്മതിക്കത്തില്ല, ചില കുടുംബങ്ങൾ സമ്മതിക്കത്തില്ല, ചിലരുടെ ജോലി സമ്മതിക്കത്തില്ല, ചിലരുടെ സ്റ്റാറ്റസ് സമ്മതിക്കത്തില്ല, പണം സമ്മതിക്കത്തില്ല. എന്നാൽ തിമോത്തിയോസിന് പൗലോസ് കൊടുക്കുന്ന ആഹ്വാനം ശ്രദ്ധിച്ചോ? സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കണം. ഇതിനാണ് ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത്. ഇന്ന് സഭകൾ നേരിടുന്ന പ്രശ്നം ഇതാണ്. ഇന്ന് ഈ സഭകളുടെ ഇരിക്കുന്ന പലരെയും ശരിക്കും നോക്കി ഇവരൊന്നും വചനം പോലും കേട്ടിട്ടില്ല. പലരും വരുന്നത് വചനം കേട്ടിട്ടേ ഇല്ല, സത്യം അറിയാതെയാണ് ഇത് വരുന്നത്. വന്നിരുന്നവരൊക്കെ രക്ഷപ്പെട്ടു, വന്നിരുന്നവരൊക്കെ വിദേശത്ത് പോയി, വന്നിരുന്നവരൊക്കെ ഇഷ്ടം പോലെ സമ്പാദിച്ചു. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വന്നിരുന്ന ഞാൻ രക്ഷപ്പെടുമെന്നുള്ള ചിന്ത കൊണ്ട് മാത്രം വന്നിരുന്ന് കൈയടിക്കുന്ന എത്ര പേരുണ്ട്. അവിടെയാണ് പൗലോസ് തിമോത്തിയോസിന് കൊടുക്കുന്ന ആഹ്വാനം. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണം. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് നീ ലജ്ജിക്കുവാൻ ഇടയാകരുത്. ലോകത്തിൽ നിനക്ക് ലജ്ജയുടെ കാര്യമല്ല പറയുന്നത്, സ്വർഗത്തിൽ നീ ലജ്ജിക്കാൻ ഇടയാകരുത്. കാരണം എന്താ? പൗലോസ് കാണുന്നത് കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രം പ്രതിഫലം മേടിക്കുവാൻ വരുമ്പോൾ പൗലോസിന്റെ അനുഗാമിയായി വന്ന ഈ തിമോത്തിയോസ് ദൈവസന്നിധിയിൽ ലജ്ജിക്കാൻ ഇടയാകരുത്. നീ ക്രിസ്തുവിലേക്ക് നോക്കണം. അവൻ ഭൂമിയിലല്ല, അവൻ സ്വർഗത്തിലാണ്. പ്രതിഫലം നമുക്ക് ഭൂമിയിലല്ല, പ്രതിഫലം നമുക്ക് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ നമ്മൾ പ്രതിഫലം മേടിക്കുവാൻ ചെല്ലുമ്പോൾ തിമോത്തിയോസേ നീ ലജ്ജിച്ചു പോകരുത്. നീ ഇവിടെ പലതും നോക്കി പറയേണ്ടത് പറയാതിരിക്കുമ്പോൾ നിന്റെ പ്രതിഫലം നിനക്ക് നഷ്ടമാകും. ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഈ വന്നിരിക്കുന്ന പലരുടെയും കേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കർത്താവിനെ കുറിച്ച് ഗ്രാഹ്യമില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് അവരറിയേണ്ടത് അവരെ അറിയിച്ച ഒരു പ്രകാരം സ്വർഗത്തിലേക്ക് അവർ ചിലപ്പോൾ ഒരു പക്ഷേ പ്രവേശിച്ചെന്ന് വന്നേക്കാം. പക്ഷേ വേലയ്ക്ക് വിളിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു പ്രവേശനമല്ല ദൈവം കൊടുക്കുന്നത്. ആ വ്യക്തി കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, കർത്താവിന്റെ സ്ഥാനാധിപതിയായി അംബാസഡറായിട്ട് ഭൂമിയിൽ ശുശ്രൂഷിക്കുമ്പോൾ, സ്തോത്രം അവന്റെ പ്രതിഫലം മേടിക്കുമ്പോൾ മനസ്സിലാക്കണം, കുറവുള്ളവനായിട്ടോ ലജ്ജ ധരിക്കുന്നവനായിട്ടോ തിമോത്തിയോസ് നീ നിൽക്കരുത്. ഇതാണ് ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനം. സത്യവചനത്തെ വായിച്ച വാക്യം ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ് ദൈവത്തിന് കൊള്ളാവുന്നവൻ. ദൈവത്തിന് കൊള്ളാവുന്നവൻ, സംഘടനയ്ക്കല്ല, പ്രസ്ഥാനത്തിലല്ല, ഏതെങ്കിലും കുറെ പാസ്റ്റർമാർക്കോ ചിലരുടെ ഉപദേശങ്ങൾക്കൊന്നും അല്ല. ആമേൻ. സ്വന്തം മനസ്സിലാക്കണം, കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കണം. ആമേൻ. കർത്താവിന്റെ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കുവാൻ. ആർക്ക്? ദൈവത്തിന് കൊള്ളാവുന്നവനാണ്. ഇന്ന് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ ശുശ്രൂഷകരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാണ്. ദൈവത്തിന് കൊള്ളാവുന്നതിനായിട്ട് നിൽക്കുന്ന ഉപദേശവും സത്യവും വെളിപ്പെടുത്തുന്നില്ല പലപ്പോഴും. ഇത് മറച്ചു വെച്ചാലുണ്ടല്ലോ എന്ന വലിയ ആദായമാണ്, അല്ലേ? മനസ്സിലാക്കണം, ഇത് ഭയങ്കര ആദായമാണ്. ഈ സത്യം പറയാതിരിക്കുമ്പോൾ ജനം കൂടും, അവരെന്തും തരും. അവർ മനസ്സിലാക്കുന്നത് തലമുറയായിട്ട് കൈമാറി വന്ന ജീവന്റെ വചനം എന്ന് പറയുന്ന ബൈബിളിന്റെ അകത്ത് പറയുന്ന സത്യം, ലോകത്തിലെ സുഖം ദൈവം തരാമെന്നാണെങ്കിൽ ഞാൻ പുസ്തകം വായിക്കണ്ടല്ലോ ഇനി. ഇതാണ് അനേകരുടെ മാനസികാവസ്ഥ. എന്ന് അനേകരുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നീ ദൈവത്തിന് കൊള്ളാവുന്നവനായിട്ട് നിൽക്കണം. ഞാൻ പറയട്ടെ, മിഷണറി ഫീൽഡ് സക്സസ് ആണോ? തീർച്ചയായും സക്സസ് ആ. 2025 ഇത് 100% സക്സസ് ആ. എങ്ങനെയാണെന്നറിയാവോ? വ്യാജന്മാരുടെ ഇടയിൽ ഒറിജിനൽ പ്രസംഗിക്കുന്നവനും എപ്പോഴും എക്സലന്റ് ആയിട്ട് പരിശുദ്ധാത്മാവ് നിർത്തിയിരിക്കും. ഒറിജിനൽ പ്രസംഗിക്കുന്നവൻ ഇന്നും ദൈവസന്നിധിയിൽ എക്സലന്റ് ആയിട്ട് നിൽക്കാനേ ദൈവം സമ്മതിക്കത്തുള്ളൂ. ആമേൻ. വായിച്ചാട്ടെ, വേഗം വായിച്ചു തീർത്താം. കണ്ടോ, ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങൾ, സംസാരങ്ങൾ, എംറ്റി ചാറ്റേഴ്സ്, സംസാരഭോഗം,
ഭക്തിവിരുദ്ധം. ഭക്തി എന്താ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റുന്ന ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ നോക്കിക്കൊള്ളുക. അവനെ നോക്കണം, അവനെ പ്രസംഗിക്കണം. അവനെ കൂടാതെ എവിടെ നീ ആരെ എത്തിച്ചാലും അത് ഭക്തി വിരുദ്ധമാണ്. ഭക്തിയിൽ ദൈവപുത്രൻ നിലനിൽക്കും. ഭക്തി വിരുദ്ധതയിൽ കർത്താവിനെ ഉപേക്ഷിച്ച് എവിടെ തിരിഞ്ഞാലും അത് ഭക്തി വിരുദ്ധമാണ്. വായിച്ചേ. ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അടുത്തത് വായിച്ചേ. ഇവിടെ ശ്രദ്ധിക്കണം, പൗലോസ് തിമോഥെയോസിനോട് പറയാണ് ദുരുപദേശം പ്രസംഗിക്കുക. പല വായിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ജനം അത് പെട്ടെന്ന് സ്വീകരിച്ചെടുക്കുന്ന അവസ്ഥയുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, 2000 വർഷം മുമ്പും ഉണ്ടായിരുന്നു ഈ കാര്യം. വ്യാജം പറയുമ്പോൾ ചാടി എടുക്കുന്ന പ്രവണത സഭകളുടെ അകത്ത് 2000 വർഷം മുമ്പും ഉണ്ടായിരുന്നു. അവർ ചാടിയെടുക്കും. തെറ്റ് കേട്ട നോ പ്രോബ്ലം, ഞാൻ ഇത് എടുത്തോളാന്നേ, എന്താ പ്രശ്നം ഇരിക്കുന്നേ? അവിടെ പൗലോസും തിമോഥെയോസൊക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവിടെ മറ്റു ചിലർ ഹുമനയോസും ഫീലത്തോസും ഉള്ളവരൊക്കെ ആ കൂട്ടത്തിലായിരുന്നു. അങ്ങനെയല്ല വായിക്കുന്നേ? ആ കൂട്ടത്തിലുള്ള ഹുമനയോസും ഫീലത്തോസും ശുശ്രൂഷിക്കാൻ വരുമ്പോ തമ്മിൽ മറ്റവന്മാര് വന്നോടാന്ന് ചോദിക്കും. ആര്? പൗലോസൊക്കെ. പിന്നെ അവന്റെ കൂടെ ഉണ്ടല്ലോ മറ്റേ തിമോഥെയോസ്. ഇപ്പൊ കൊരിന്തിലും എഫെസോസിലേക്ക് ഇരുന്ന് അവനൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ അവനെ അവസരം കൊടുക്കണോ? ഇന്ന് ഏതായാലും അവന്മാർക്ക് അവസരമില്ല. ഇന്ന് ഹുമനയോസ് രാവിലെ ശുശ്രൂഷിക്കും, ഉച്ച കഴിയുമ്പോൾ ഫീലത്തോസ് ശുശ്രൂഷിക്കും. അങ്ങനെയാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ തിമോഥെയോസ് അത് തൽക്കാലം ഒരു പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കാന്ന് പറയും. അല്ലേ? അങ്ങനെ അവരാ കൂട്ടത്തിലുള്ളവരാകുന്നു. അവന്റെ കൂടെയുള്ളവന്മാർ ഇതാ തീരുമാനിക്കുന്നത്. അവന്റെ കൂടെയുള്ള സെക്രട്ടറിയും ട്രഷററും പ്രസിഡന്റും എല്ലാം ഇതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? സഭാ സെക്രട്ടറി പറയും നമ്മൾ അവന്മാർക്ക് കൊടുക്കട്ടെ കേട്ടോ, അവന്മാർ കയറി നിന്ന ഇത് കൂട്ട് ഭാരം ഉണ്ടാക്കുന്ന കാര്യം പറയുള്ളൂ. യേശുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇതല്ല, നമുക്ക് സ്വസ്ഥത വേണ്ടേ ഉണ്ടാകൂടാ. തീയിൽ വീഴുമ്പോ ഇവനൊക്കെ സ്വസ്ഥത വരും. വായിച്ചേ. അവർ സത്യം വിട്ടുതെറ്റി അതായത് ഇവന്മാര് മഹാന്മാരാ. ഇവന്മാര് പറയുന്ന പുനരുത്ഥാനം കഴിഞ്ഞു എന്ന്. പുനരുത്ഥാനം കഴിഞ്ഞാൽ എന്നാ പ്രശ്നം? നമ്മളിപ്പോൾ പുനരുത്ഥാനം കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ശരീരം രൂപാന്തരപ്പെട്ടു, നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കണം. അതാണ് പുനരുത്ഥാനം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മരിച്ചവർ മുമ്പായി ഉയർക്കും. ജീവനോടെ ശേഷം നാം രൂപാന്തരം പ്രാപിച്ച കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അതാണ് രൂപാന്തരം പ്രാപിച്ചതിന്റെ പൂർണ്ണത. നമ്മൾ കർത്താവിന്റെ മുഖത്തെ നമ്മൾ അഭിമുഖമായി കാണും. അവൻ പ്രകാശിക്കുന്നത് പോലെ നമ്മുടെ സ്തോത്രം ആത്മശരീരവും പ്രകാശിച്ച് നാം ക്രിസ്തുവിനോട് കൂടെ വരും. ആ അവസ്ഥയ്ക്കാണ് രൂപാന്തരം പ്രാപിച്ചു എന്ന് പറയുന്നത്. ഇവിടെ ഹുമനയോസും പീലത്തോസും അവിടെ ഇരുന്നുകൊണ്ട് പറയാം നമ്മൾ സ്നാനപ്പെട്ടോടുകൂടെ നമ്മൾ രൂപാന്തരം പ്രാപിച്ചു. പ്രത്യേകത എന്നാണെന്നറിയാവോ? ഇവന്മാരിൽ ഇച്ചിരി കഴിയുമ്പോൾ വ്യഭിചാരം തുടങ്ങും, മോഷണം തുടങ്ങും, കൊല തുടങ്ങും, പരദൂഷണം തുടങ്ങും, എല്ലാ പാപസ്വഭാവം തുടങ്ങും. അപ്പം രൂപാന്തര ശരീരത്തോടു കൂടി ഇരുന്ന് പാപവും ചെയ്യാം. മനസ്സിലായോ? രൂപാന്തര ശരീരത്തോടു കൂടെ ചെയ്യുന്ന പാപമല്ലെന്ന് പിന്നെ ഉപദേശിക്കും. മനസ്സിലായോ? രൂപാന്തര ശരീരമാ പ്രാപിച്ചത്. നമ്മൾ പുനരുത്ഥാനം പ്രാപിച്ചില്ലേ? അപ്പൊ പൊട്ടന്മാരെല്ലാം പ്രാപിച്ചു. സ്തോത്രം കൈവച്ച് നമുക്ക് ആരാധിച്ച് നമുക്കൊരു തമിഴ് പാട്ട് പാടി നമുക്കൊരു ദൈവത്തെ അങ്ങ് ആരാധിക്കാൻ തുടങ്ങി. 2-3 ചാട്ടവും പാട്ടും എല്ലാം. പെണ്ണുങ്ങളും കുറെ യൂത്തും എല്ലാം കൂടെ അതിന് പുറകെ കിടന്ന് ചാടും. കാര്യം അവർക്ക് വാചനം അറിയത്തില്ല. ഇതെല്ലാം കഴിയുമ്പോഴത്തേനുമാണ് ഈ സത്യം കിടക്കുന്നത്. രൂപാന്തരപ്പെട്ടാൽ എന്താ പ്രശ്നം? നീ സ്വർഗത്തിലിരിക്കണം, ഭൂമിയിൽ ഇരിക്കെ തന്നെ, മർത്യ ശരീരത്തിൽ ഇരിക്കെ തന്നെ രൂപാന്തരപ്പെട്ടു എന്ന് പ്രസംഗിച്ചാൽ അതിന്റെ അപകടം എന്താണ്? കർത്താവിന്റെ വരവിന് വേണ്ടി പിന്നെ ഒരുങ്ങണ്ട. ഈ ലോകമാണ് അവസാന വാക്ക്. പിന്നെ ഏറ്റവും വലിയ അപകടം, എന്തു പാപവും കർത്താവിന്റെ ലൈസൻസോടെ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? കർത്താവിനെ മറപിടിച്ച് ഏത് പാപവും ചെയ്യാം. രൂപാന്തരപ്പെട്ട നിന്റെ ശരീരത്തിൽ ചെയ്യുന്ന പാപമല്ലെന്ന് പ്രസംഗിക്കും. മർത്യ ശരീരത്തിലെ പാപം പരിഗണിക്കപ്പെടുന്നുള്ളൂ. രൂപാന്തര ശരീരത്തിൽ പാപം ചെയ്താൽ അത് പരിഗണിക്കുന്നില്ല, കണക്കാക്കപ്പെടുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്കകത്ത് ഭയങ്കര പാപമായിരിക്കും ചെയ്തത്. അപ്പോൾ തന്നെ ശക്തമായ പ്രവചനങ്ങള്, തുള്ളല്, ചാട്ടല്, ആരാധന എല്ലാം നടക്കും. ഇതാണ് തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത്. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കണമെന്ന്. മനസ്സിലായോ? ഹല്ലേലൂയ.
ആളുകൾ ഇത്രയും നാളും എനിക്കറിയാം ചില പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നവര് ചിലരെ വഴിതെറ്റിക്കുന്ന ഇങ്ങനെയാണ്. അത് അവരോട് പറയുന്ന കാര്യം, നിങ്ങൾ എന്തേ ഇത്രയും നാളായിട്ട് രക്ഷപ്പെടാത്തത്? വർഷങ്ങളായിട്ട് നിങ്ങൾ കർത്താവിനെ സേവിച്ചിട്ട് ഒരു വിശാലത വന്നിട്ടില്ല, ഇന്നും ഇടുങ്ങിയല്ലേ ഇരിക്കുന്നത്. അതിന് കാരണം നീ ഇടുങ്ങിയ ക്രിസ്തുവിനെ പ്രസംഗിച്ചു, ഇടുക്കുവാതിൽ പ്രസംഗിച്ചു. അങ്ങനെയല്ല, നീ വിശാലത പ്രസംഗിച്ചു നോക്ക്, നിന്റെ ജീവിതത്തിൽ ആ വിശാലത വരും. അന്ന് മുതൽ മച്ചാന്മാര് പഴയ വാക്യബോർഡൊക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് പുതിയ എഴുതി വെച്ച് കർത്താവ് നിന്നെ ഇന്ന് ഉയർത്താൻ പോവുകയാണ്. അനുഗ്രഹത്തിന്റെ വാക്യം. ഇവന്മാർക്ക് ഈ അനുഗ്രഹത്തിന്റെ വാക്യം എന്ന് പറഞ്ഞ് എടുക്കുന്നൊന്നും ആ ഇവന്മാർ പറയുന്നതുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ല. പ്രോമിസ് കാർഡ് എല്ലാ വർഷവും കിട്ടും അല്ലേ? ഞാനൊക്കെ പണ്ടങ്ങാണ്ടെടുത്ത പ്രോമിസ് കാർഡ്, ഒരു വർഷം കിട്ടുന്ന വാക്ക് ഇത് തന്നെയല്ലേ പണ്ട് കൈനോട്ടക്കാരെടുത്ത് പോയിക്കൊണ്ടിരുന്നേ? ഇത് തന്നെയല്ലേ അപ്പുറത്ത് പോയി ജ്യോതിഷത്തിന് വേണ്ടി കബഡി തരത്തിൻ്റെ കാര്യം അറിയുന്നത്? പണ്ടേ ഈ ഞായറാഴ്ച ദിവസം ഉണ്ടല്ലോ വാരഫലം ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ നാളെന്ന് പറയുന്ന അത്തമായിരുന്നു. അതിനടുത്ത് വാരഫലത്തിൻ്റെ അത് നോക്കും, ഈ ആഴ്ച എങ്ങനെയാടാ. ഇപ്പൊ എല്ലാരും നോക്കുക, വീട്ടിലുള്ള 4 പേരുടെ 4 നക്ഷത്രം ഇവൻ എങ്ങനെയാണ്, അവൻ എങ്ങനെയാണ്, ഈ ആഴ്ചത്തിലുള്ള കാര്യം അറിയുകയാണ്. എന്നിട്ട് അത് മനസ്സിൽ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതായത് ആഴ്ചകളായിട്ട് ഒരു 2 ആഴ്ച മുമ്പുള്ള അതേ വാരഫലം 2 ആഴ്ച കഴിഞ്ഞ് ഇവൻ തിരിച്ചിടുന്നത്. ഇത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ അവസ്ഥയിലല്ലേ ഇന്ന് മിക്ക സഭകളും. പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചേ ഈ ആഴ്ചത്തേലുള്ള കാര്യം, പോടാ അപ്പുറത്ത് വരെ കൈനോട്ടക്കാരെടുത്തുമ്പോ. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് മനസ്സിൽ. ഇവന് അകത്ത് കിടക്കുന്ന ഈ സാധനം പോയിട്ടില്ല ഇതുവരെ. ഇങ്ങനെയുള്ള ഒരു സഭയ്ക്കകത്ത് ഇരിപ്പുണ്ടെന്ന് മനസ്സിലാവണം, അല്ലേ? ഹല്ലേലൂയ. ഇത് പറയുന്നോണ്ട് ഞാൻ ശത്രുവായി പോയി, കുഴപ്പമില്ല. കർത്താവിന്റെ സന്നിധി പ്രതിഫലം മേടിക്കുമ്പോ നീയൊക്കെ ഇരുന്ന് എണ്ണിക്കോ, ഞാൻ മേടിച്ചു കാണുക. എങ്ങനെയാണ്? വായിച്ചേ. മറിച്ചു കളയുന്നു. അപ്പൊ മനസ്സിലാക്കണം, വിശ്വാസം മറിച്ചു കളയുകയാണ് വേണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പുനരുത്ഥാനം കഴിഞ്ഞാൽ വിശ്വാസം വേണോ? പറ. വേണ്ടെന്ന് ഇമ്മ പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ടെന്ന് ഏതാ വാക്യം അതറിയാൻ മേല. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവിടെ വിശ്വാസം മറിച്ചു കളയുന്നു. ആ വാക്യം വായിച്ചേ. അവരിലാവുന്നു വിശ്വാസം മറിച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ ശരീര രൂപാന്തരപ്പെട്ടാൽ പിന്നെ ക്രിസ്തുവിനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല, പിന്നെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. തെളിവ് എവിടാന്നറിയാവോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അടുത്ത് വായിക്കുന്നത് എങ്ങനെയാണ്? ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഇവിടെ പറയുന്ന കാര്യം എന്താണ്? സ്തോത്രം. അവർ വിശ്വാസം മറിച്ചു കളയുന്നു. ഇവിടെ കൊരിന്ത്യ ലേഖനത്തിന്റെ അകത്ത് പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിൽ വലുതോ സ്നേഹം തന്നെ. അപ്പൊ അതായത് മനസ്സിലാക്കണം, സ്നേഹം എല്ലാ കാലത്തും നിലനിൽക്കും. ഇന്ന് നമ്മൾ മർത്യ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും പ്രാധാന്യമുണ്ട്. കാര്യം നമ്മൾ കർത്താവിനെ അഭിമുഖമായിട്ട് കണ്ടിട്ടില്ല, മുഖാമുഖം കർത്താവിനെ കണ്ടിട്ടില്ല. നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നത് വരെ, അവന്റെ രാജ്യത്തിൽ എത്തുന്നവരെ നമുക്ക് വിശ്വാസം ആവശ്യമാണ്, അതുപോലെ പ്രത്യാശ ആവശ്യമാണ്, സ്നേഹവും ആവശ്യമാണ്. എന്നാൽ നമ്മൾ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ, കർത്താവിന്റെ രാജ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ, പിന്നെ കർത്താവിനോട് കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് വിശ്വാസം ആവശ്യമില്ല, നമുക്ക് പ്രത്യാശ ആവശ്യമില്ല. അപ്പോഴും മാറ്റമില്ലാതിരിക്കുന്നത് എന്നാണെന്നറിയാവോ? സ്നേഹമാണ്. കാര്യം ദൈവം തന്റെ പുത്രനെ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി താഴ്ചയുള്ള ശരീരത്തിലേക്ക് അയച്ചു എന്നുള്ളതും, എന്നെ വീണ്ടെടുത്ത് തേജസ് ഞാൻ പ്രാപിക്കേണ്ടതിന്, അവൻ ഇരിക്കുന്നിടത്ത് ഞാൻ ഇരിക്കുവാൻ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന നന്മയിലേക്ക് എന്നെ ഉയർത്തുവാൻ കാരണമായി തീർന്നത് ദൈവപുത്രന്റെ ശരീരയാഗത്താലാണ്. അതുകൊണ്ടാണ് പിതാവ് എന്നെ സ്നേഹിക്കുന്നു, പുത്രനാകുന്ന യേശു ക്രിസ്തു പിതാവിന്റെ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് സ്നേഹം മാറ്റമില്ലാത്തതാണ്. അപ്പോൾ ഇതിന്റെ ചതി മനസ്സിലാക്കണം. രൂപാന്തരം സംഭവിച്ചു, പുനരുത്ഥാനം സംഭവിച്ചു എന്ന് അവിടെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അപകടം എന്താണ്? പിന്നീട് വീണ്ടെടുപ്പിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പിന്നീട് വിശ്വാസത്തിന്റെ ആവശ്യമില്ല, പിന്നീട് പ്രത്യാശയുടെ ആവശ്യമില്ല. പിന്നെ എന്താ ഉള്ളത്? സ്നേഹമാണ്. ഈ സ്നേഹം ഏത് നിലവാരത്തിൽ അവർ ഉപയോഗിക്കുന്നത് മനസ്സിലായോ? മനസ്സിലാക്കണം.
രൂപാന്തരം സംഭവിച്ചു എന്ന് പ്രസംഗിച്ചാൽ, നമ്മുടെ പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പ്രസംഗിച്ചാൽ, ഈ പുനരുത്ഥാനം കഴിഞ്ഞ് ഈ ശരീരമാണ് രൂപാന്തരപ്പെട്ട ശരീരം എന്ന് പ്രസംഗിച്ചാൽ, ഈ ശരീരത്തിൽ ഇരിക്കുന്നതൊന്നും പാപമല്ല, നമ്മൾ ചെയ്യുന്നതൊന്നും പാപമായിട്ട് കണക്കാക്കുന്നില്ല, നമ്മൾ സ്നേഹത്തിലാണ് വസിക്കുന്നത്, നമ്മൾ സ്നേഹത്തിൽ ചെയ്യുന്നതൊന്നും തെറ്റല്ലെന്ന് പ്രസംഗിച്ചാൽ, പിന്നീട് ജഡത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ് പാപത്തിന്റെ വലിയൊരു ലിസ്റ്റ് ഉണ്ടല്ലോ എഫേസ്യ ലേഖനത്തിൽ, ഗലാത്യ ലേഖനത്തിൽ കിടക്കുന്നത്, അതൊന്നും പാപമല്ലെന്ന് പ്രസംഗിക്കാം. ഇത് തന്നെയാണ് ഇന്ന് പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നവർ ചെയ്യുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിന്റെ അനുഗ്രഹം അനുഭവിക്കാൻ നിന്നെ വിളിച്ചു. അവന് ലോകത്തിലെ സുഖത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിലെ സുഖം നീ പ്രാപിക്കുന്നതിന് കർത്താവ് തടസ്സമല്ലെന്ന് പറഞ്ഞാൽ, ലോകത്തിലാണ് വ്യഭിചാരം ഇരിക്കുന്നത്, ലോകത്തിലാ മോഷണം ഇരിക്കുന്നത്, ലോകത്തിലാ കൊലയിരിക്കുന്നത്, ലോകത്തിലാ മറ്റുള്ളവരെ തകർക്കുന്നത്. ഇതെല്ലാം ശരിയാന്ന് പ്രസംഗിക്കും. അങ്ങനെ പ്രസംഗിക്കുന്നവരും ശ്രോതാക്കളും ഒരുപോലെ അവരുടെ സ്നേഹത്തിൽ വരുമ്പോൾ മനസ്സിലാക്കണം, അത് ദൈവാത്മാവിലല്ല, ദുരാത്മാവിലാണ്. ഇതിനെയാണ് ശരിക്കും വിവേചിച്ച് മനസ്സിലാക്കേണ്ടത്. ആമേൻ. അതുകൊണ്ട് നമ്മൾ ഈ വായിച്ച വാക്യങ്ങൾ നമുക്ക് കടന്നു വരാം. അവിടെ വായിക്കുന്ന വാക്യം ഇതാണ്: പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും തന്റെ ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഈ വചനങ്ങൾ ആ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് പകൽ നേരം കേട്ട വചനത്തിന് മുമ്പ് നമ്മളതിനെ സമർപ്പിക്കാവുന്നതാണ്. തിരുമേശ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ.